ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, നമ്മുടെ ഫാത്തിഹയുടെ 1 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 2 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ടായത്തുകളാണ് അല്പം പ്രയാസത്തോടു കൂടിയാണെങ്കിലും നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. അടുത്തത് അർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിനാകുന്നു സർവസ്തുതി. ഇത് ബിസ്മിയിൽ പറഞ്ഞു വീണ്ടും ആവർത്തിക്കുക. അതിൻ്റെ പശ്ചാത്തലം, മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അവർ അംഗീകരിച്ചിരുന്നില്ല. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ബിസ്മി എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വിചാരിക്കുകയാണ്. ഹുദൈബിയ സന്ധി എഴുതുമ്പം സുഹൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിം ആയ ആളാണ്. അന്ന് മുശ്രിക്കീങ്ങളുടെ പ്രതിനിധിച്ച് അദ്ദേഹം പങ്കെടുത്തത്. അപ്പോൾ ആ സന്ധി എഴുതുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതണം എന്ന് പറഞ്ഞപ്പോൾ എതിർത്തതാണ്. കാരണം അവർക്ക് റഹ്മാനായ റബ്ബിനെ പരിചയമല്ല. അത് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു വിശദീകരിച്ചു. വഇദാ ഖീല ലഹും ഉസ്ജുദൂ ലിർറഹ്മാൻ ഖാലൂ വമർ റഹ്മാൻ. അവരോട് പരമകാരുണികന് സുജൂദ് ചെയ്യണം, അവനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അവർ എന്ത് റഹ്മാൻ, അങ്ങനെ ഒരാളെ പരിചയമല്ല. അതുകൊണ്ട് കൂടിയാണ് അള്ളാഹു ഖുർആനിൽ ആദ്യത്തെ തുടക്കം തന്നെ ബിസ്മി കൊണ്ടും വീണ്ടും അതേ സിഫത്തുള്ള ആയത്ത് സൂറത്തുൽ ഫാത്തിഹയിൽ ആവർത്തിച്ചത്. അവരുടെ ശിർക്ക്പരമായ വിശ്വാസം ഉണ്ടാവാനുള്ള കാരണം തന്നെ, അള്ളാഹു അല്ലാത്ത മധ്യവർത്തികളിലേക്ക് അവർ പോവാനുള്ള കാരണം തന്നെ അള്ളാഹു കാരുണ്യവാനല്ല എന്നതാണ്. അത് അവരെ എവിടെ എത്തിച്ചെന്നറിയോ? അള്ളാഹുവിനേക്കാളും പ്രാധാന്യം അവരുടെ മധ്യവർത്തികൾക്ക് കൊടുക്കുന്ന അവസ്ഥയിൽ എത്തിച്ചു. അതിന്നും നമ്മുടെ സമൂഹത്തിൽ കാണാം. വലിയൊരു വിഭാഗം ആളുകൾ നിരന്തരമായി ജനങ്ങളോട് പ്രസംഗിക്കുന്നത് അള്ളാഹു അല്ലാത്തവരിലേക്ക് നമ്മൾ അടുപ്പിക്കാനാണ്. അള്ളാഹു അല്ലാത്തവരുടെ കറാമത്തുകളും അവരുടെ മഹത്വങ്ങളും പറഞ്ഞ് അള്ളാഹിനോട് തോന്നുന്നതിനേക്കാൾ ഭക്തി അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മനുഷ്യന്മാരോട് ഉണ്ടാവുന്ന രീതിയിലാണ് കേരളത്തിലെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ നിരന്തരമായി ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ അനുഭവം മക്ക മുശ്രിക്കുകൾ കാണാം. അവർ നേർച്ച നേരും. ഒരു കൃഷി ഉണ്ടാക്കിയാൽ ഇന്ന ഭാഗം അള്ളാഹ്ക്ക്, ഇന്ന ഭാഗം അള്ളാഹ് അല്ലാത്തവരുടെ പങ്കാളികൾക്ക്. എന്നിട്ട് അവരുടെ നിലപാട് എന്താന്ന് ഖുർആൻ പറഞ്ഞാൽ എന്താ അറിയോ? മാ കാന ശുറക്കാഉഹും ഫലാ യസിലുല്ലാഹ് മാ കാനലി ശുറക്കാഇഹിം. അവരവരുടെ പങ്കാളികൾക്ക് നീക്കി വെച്ച ആ നേർച്ചന്റെ ഭാഗത്തുള്ള കൃഷിയിലെ ഫലങ്ങൾ ഉണ്ടല്ലോ, ഒരു മണി അള്ളാഹ്ക്ക് നേർന്നതിലേക്ക് ഉൾപ്പെടുത്തൂല. അതങ്ങനെ തന്നെ പൂർണ്ണമായിട്ട് അള്ളാഹ് അല്ലാത്തവർക്ക് കൊടുക്കുക. എന്നാൽ വമാ കാന ലില്ലാഹി, അള്ളാഹുവിനവർ നേർച്ചയാക്കിയ വിഷയം അതിന് കുറച്ചൊക്കെ യസിലു ഇലാ ശുറക്കാഹിം എന്നാണ്. അതിൽ കുറച്ചൊക്കെ പങ്കാളികളിലേക്ക് ആയി പോണതിന് വിരോധമൊന്നുമില്ല. അപ്പം ആർക്കാ പ്രാധാന്യം? അള്ളാഹു അല്ലാത്തവർക്കാണ്. കാരണം എന്താണ്? അള്ളാഹിനേക്കാളും കാരുണ്യം അള്ളാഹ് അല്ലാത്തവർക്കാണ്. അതുകൊണ്ട് അള്ളാഹു അവൻ്റെ കാരുണ്യം ഊട്ടി ഉറപ്പിക്കാനാണ് അർ റഹ്മാനുർ റഹീം എന്ന് വീണ്ടും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അള്ളാഹുവിന് ഖുർആനിൽ പറഞ്ഞത് 99 നാമങ്ങളാണ്. അല്ലാത്ത എത്ര നാമങ്ങൾ അള്ളാഹ്ക്കുണ്ടെന്ന് അള്ളാഹ്ക്ക് മാത്രമേ വേറെ ആർക്കും അറിയില്ല. ആ റഹ്മാനായ റബ്ബേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലില്ലാഹി അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിനാണ് ഏറ്റവും നല്ല നാമങ്ങളുള്ളത്, അത് എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനൊക്കെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. വറഹ്മതി വസിഅത്ത് കുല്ല ഷൈ, എൻ്റെ കാരുണ്യം എല്ലാത്തിനേക്കാളും വിശാലമാണ്. ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഏതാണ് എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ ചോദ്യത്തിന് പരിശുദ്ധ ഖുർആൻ പാരായണത്തിലും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നതിലുമൊക്കെ A+ നേടിയിട്ടുള്ള അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സ്വന്തത്തോട് അക്രമം ചെയ്ത അടിമകളെ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഇന്നത്തെ അവസ്ഥ പൂജാരി കനിഞ്ഞാലും പ്രതിഷ്ഠ കനിയൂല. പ്രതിഷ്ഠ കനിഞ്ഞാലും പൂജാരി കനിയൂല. എന്ന് പറഞ്ഞാൽ അള്ള പൊറുത്താലും ജനങ്ങൾ പൊറുക്കൂല. അതുകൊണ്ട് നിങ്ങൾ ബേജാറാകണ്ട, അള്ളാന്റെ റഹ്മത്തിന് നിങ്ങൾ നിരാശപ്പെടരുത്. അള്ളാഹു എല്ലാ പാപവും പൊറുക്കും, മുഴുവൻ പാപവും പൊറുക്കും. പാപം പൊറുക്കലുമായി ബന്ധപ്പെട്ട അള്ളാഹ്ക്ക് 3 നാമങ്ങളുണ്ട്. ഗാഫിറാണ്, ഗഫൂറാണ്, ഗഫാറാണ്. ഗാഫിർ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്നവൻ. ഗഫൂർ
ഇത്രയും പൊറുക്കുന്നവൻ ക്വാണ്ടിറ്റിയാണ്. ഗഫാർ എന്തും പൊറുക്കുന്നവൻ ക്വാളിറ്റിയാണ്. എത്ര വലിയ പാപം ചെയ്താലും അതെത്ര തന്നെ ആവർത്തിച്ച് ചെയ്താലും അള്ളാഹു പൊറുക്കും ആത്മാർത്ഥമായി തൗബ ചെയ്താൽ എന്ന് അള്ളാഹു മനുഷ്യനെ അറിയിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിൽ നിന്ന് നേടേണ്ടത് അവൻ്റെ കാരുണ്യമാണ്. മനുഷ്യ സമൂഹത്തെ അള്ളാഹു പഠിപ്പിച്ച ആദ്യത്തെ പ്രാർത്ഥന ഏതായിരിക്കും? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിച്ച പ്രാർത്ഥന. ആദ്യത്തെ മനുഷ്യൻ അദ്ദേഹമാണല്ലോ. ആ പ്രാർത്ഥന പരിശോധിച്ചു നോക്കുക. റബ്ബനാ വലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ തീരാ നഷ്ടക്കാരായി പോകും. രണ്ടാമത്തെ പ്രാർത്ഥന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പഠിപ്പിച്ച പ്രാർത്ഥന, വ ഇല്ല തഗ്ഫിർലി വ തർഹംനി അകും മിനൽ ഖാസിരീൻ. നീ ഞങ്ങൾക്ക് എനിക്ക് മാപ്പ് നൽകുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞാൻ തീരാ നഷ്ടക്കാരനായി പോവും. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന സൂറത്തുൻ നംലിലുണ്ട്. ആ അവസാന ഭാഗം എന്താ അറിയോ? വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. നിന്റെ കാരുണ്യം കൊണ്ട് റബ്ബേ നീ എന്നെ നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തണം. സഹോദരന്മാരെ, ഇന്ന് അള്ളാഹുവിൽ നിന്ന് നേടേണ്ടത്, നമ്മുടെ ഇബാദത്ത് കൊണ്ടും ഭക്തി കൊണ്ടും നമ്മൾ അർഹരാവേണ്ടത് അള്ളാഹിൻ്റെ കാരുണ്യത്തിനാണ്. കാരണം എന്താണോ? സ്വർഗം അള്ളാഹിൻ്റെ കാരുണ്യമാണ്. നമ്മളെ പ്രവർത്തനം കൊണ്ട് മാത്രമേ കിട്ടൂല. അള്ളാഹിൻ്റെ റസൂല് മദീനത്തെ പള്ളിയിൽ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഖാരിബു സദ്ദിദു വഅമലു. നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കണം, ഇനിയും അടുക്കണം, ധാരാളം അടുക്കണം. ഇതാരോടാ പറഞ്ഞത്? നാടും വീടും വിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തവർ, മദീനയിൽ അവരെ കലവറ കൂടാതെ സ്വീകരിച്ചവർ, കച്ചവടമുണ്ടാക്കിയവർ, കൃഷിസ്ഥലമുണ്ടാക്കിയവർ, വരുമാനമുണ്ടാക്കിയവർ, ഭാര്യമാരെ പകുത്ത് നൽകിയ, കരള് പകുത്ത് നൽകുക ചെയ്തത്. അങ്ങനത്തെ മനുഷ്യന്മാരോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ ഇനിയും അള്ളാഹുലേക്ക് അടുക്കണം. സഹോദരന്മാർ, ഇത് കേൾക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇസ്ലാമിന് വേണ്ടി തൻ്റെ ധനം മുഴുവൻ പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവച്ചു കൊടുത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടുന്ന സമൂഹത്തോടെ റസൂൽ പറഞ്ഞത്, ഖാരിബു, നിങ്ങൾ ഇനിയും അള്ളാഹുലേക്ക് അടുക്കണം. നമ്മുടെ നാട്ടിലൊക്കെ റമളാൻ കഴിഞ്ഞാൽ പള്ളിയാണ്ട് കാലിയാകുകയാണല്ലോ. എന്താ കാരണം? കുറച്ചധികമായി പോയോ എന്നൊരു തോന്നൽ. എങ്കിൽ ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാരോടാന്ന് ശ്രദ്ധിക്കുകയും ചെയ്ത്. ഖാരിബു, റൂമാ കിണർ ജൂതൻ്റെതായിരുന്നു. കുടിവെള്ളം മുസ്ലിങ്ങൾ റൂമാ കിണന്ന് വെള്ളം മുക്കണ്ടെന്ന് പറഞ്ഞു. ഓൽക്ക് ഞാൻ വെള്ളം തരൂല. കുടിവെള്ളം മുട്ടിയില്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും വിളിച്ചിരുത്തി പറഞ്ഞു, റൂമാ കിണർ വാങ്ങിയിട്ട് വഖഫ് ചെയ്യുന്നവന് സ്വർഗമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഞാൻ വാങ്ങിത്തരാന്ന്. പകുതി, അപ്പൊ കിണറിന്റെ പകുതിയെ മൂപ്പര് വിൽക്കണുള്ളൂ, പകുതിയെങ്കിൽ പകുതി, അത്രയോ പൈസ കൊടുത്ത് വാങ്ങി വഖഫ് ചെയ്തു. പിന്നീട് ഈ കിണറിന്റെ വ്യവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, 2 ദിവസം ജൂതൻ മുക്കുക, 2 ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുക്കുക എന്ന് പറഞ്ഞാൽ 2 ദിവസം ജൂതൻ അതിന് വെള്ളം മുക്കി വിൽക്കലാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അവകാശത്തിലുള്ള 2 ദിവസം വരുമ്പം എല്ലാവർക്കും വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പൊ എല്ലാവരും യഥേഷ്ടം വെള്ളം എടുത്തു കൊണ്ടുപോകുമ്പോൾ ജൂതന്റെ ദിവസം അത് വാങ്ങാനാവില്ല. അപ്പൊ ജൂതന് മനസ്സിലായി, ഇത് വെറുതെ നമ്മൾ ഇത് വെക്കേണ്ട, അതുകൂടി അവിടെ കൊടുത്താളുക. അങ്ങനെ അതുകൂടി കൊടുത്ത് വാങ്ങിയിട്ട് റൂമാ കിണർ വഖഫ് ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിലാണ് റസൂൽ പറഞ്ഞത്, ഖാരിബു, നിങ്ങൾ ഇനിയും അള്ളാഹുലേക്ക് അടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്തുള്ള മുഴുവൻ വാഖിഫീങ്ങൾക്കും വഖഫ് ചെയ്യുന്നവർക്കുമുള്ള ഒരു ഗുണപാഠം അന്ന് നമ്മുടെ നേതാവ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തൊരു മാതൃക ഉണ്ട്. അതുകൂടെ നമ്മൾ ചേർത്ത് പഠിക്കണം. എന്താണെന്നറിയോ? റൂമാ കിണറിന്റെ ഈ വാങ്ങിയ രേഖ പ്രവാചകന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, റസൂലേ, ഞാനാണ് ഈ കിണറിന് പൈസ കൊടുത്തത്. പക്ഷേ അതിൻ്റെ പേരിൽ എനിക്കോ എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലുമോ സത്യവിശ്വാസികളിൽ ഓരോരുത്തർക്കും എത്രയാണോ ഈ കിണറിൽ അവകാശം, അതിനേക്കാൾ കൂടുതൽ ഒരവകാശവും നിങ്ങൾ കൊടുക്കരുതിട്ടോ എന്ന് ആലോചിച്ച് നോക്കണം. 40,000 ദിർഹം 1400 കൊല്ലം മുമ്പ് കൊടുത്ത് വാങ്ങിയ കിണറിന്റെ മുതലാളി അത് വഖഫ് ചെയ്യുമ്പോൾ പറയും, എൻ്റെ മക്കൾക്ക് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മകനായവരുടെ മൂപ്പന് മുക്കിയിട്ട് നമുക്ക് മുക്കാം, ഓൻ്റെ വാപ്പയാണല്ലോ ഇത് വാങ്ങിത്തന്നത്, ഒരു പരിഗണനയും കൊടുക്കാൻ പാടില്ല. അത്ര ശുദ്ധമായ സദഖ ചെയ്ത ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇരിക്കുന്ന സദസ്സിനോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഖാരിബു, നിങ്ങൾ ഇനിയും അള്ളാഹുലേക്ക് അടുക്കണം.
തബൂക്ക് യുദ്ധത്തിന് 5 പൈസ കയ്യിലില്ല. അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാവരോടും സദഖ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഉസ്മാൻ അള്ളാഹുവിന് ഒരു പണക്കിഴി പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവച്ചു കൊടുത്തു. അള്ളാഹുവിൻ്റെ റസൂൽ മദീനത്തെ പള്ളിയിൽ നിന്ന് തുറന്ന് നോക്കുമ്പോൾ 1000 ദിനാർ ഉണ്ടായിരുന്നു. 1000 ദിനാർ ഇന്ന് എത്ര റുപ്യെന്ന് അതുമായി ബന്ധപ്പെട്ട ആൾ ചോദിച്ചു നോക്കണ്ടേ. ആ 1000 ദിനാർ കൊടുത്ത് അള്ളാഹുവിൻ്റെ റസൂൽ കഴിച്ച് തുറന്ന് എണ്ണി നോക്കി. റസൂലിൻ്റെ കണ്ണും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. മാ ബൈന ബൈത്തി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണെന്ന് പറഞ്ഞ അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ദുആ നടത്തി. അല്ലാഹുമ്മ റള അൻ ഉസ്മാൻ ഫഇന്നി അൻഹു റാളീൻ. അള്ളാഹുവേ, ഉസ്മാനെ പറ്റി നീ തൃപ്തിപ്പെടണം, ഞാൻ അദ്ദേഹത്തിന് സംതൃപ്തനാണ്. കാരണം ഇത്രയും വലിയൊരു സംഖ്യ തരാൻ അദ്ദേഹത്തെ കൊണ്ടേ കഴിയൂ. അങ്ങനെ കലവറ കൂടാതെ ചെലവഴിച്ച ഒരു മനുഷ്യൻ ഇരിക്കുന്ന സദസ്സിനോട് റസൂൽ പറഞ്ഞത്, ഖാരിബു, നിങ്ങൾ ഇനിയും അള്ളാഹുവിലേക്ക് അടുക്കണം. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ 13 പുരുഷന്മാരല്ലാത്ത എല്ലാവരും പ്രവാചകനെ ഓടിപ്പോയി. പ്രവാചകനെ ശത്രുക്കൾ വളഞ്ഞു, ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ വീണു, അണപ്പല്ല് പൊട്ടി, കവളിൽ അമ്പ് തറച്ചു. റസൂൽ വഫാത്തായി പോയെന്ന കിംവദന്തി മദീനയിൽ കാട്ടുതീ പോലെ പരന്നു. സ്ത്രീകളും കുട്ടികളും പുറത്തിറങ്ങി വാവിട്ട് കരഞ്ഞു. സ്ത്രീകളും കുട്ടികളും യുദ്ധക്കളത്തിലേക്ക് ഓടി, വെള്ളവും മരുന്നുമായിട്ട്. അതിലൊരു സഹോദരി പോയത് വാളുമായിട്ട്. അള്ളാഹുവിൻ്റെ റസൂൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന് അതിൻ്റെ അനുഭവം വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, മൽത്തഫത്തു യമീനം വഷിമാലൻ, ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ നേരെ വരുന്ന കൂരമ്പുകൾ സ്വന്തം മാറോടെ ഏറ്റെടുക്കാൻ ഓടി നടക്കുന്ന, എനിക്ക് നേരെ വരുന്ന ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്താൻ ഓടി നടക്കുന്ന ഉമ്മു അമ്മാറയാണ് ഞാൻ കണ്ടത്. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ ഉഹദിന്റെ റാങ്കണത്തിൽ പുരുഷനേക്കാൾ വീറോടെ പൊരുതിയ സഹോദരിയാണ്. അവരും കൂടി ഇരിക്കുന്ന സദസ്സിനപ്പുറത്ത് ഖാരിബു, നിങ്ങൾ ഇനിയും അള്ളാഹുലേക്ക് അടുക്കണം. എന്താ കാര്യം? ലയഞ്ചു അഹദും മിൻകും ബി അമലിഹി, നിങ്ങളിൽ ഒരാളും നിങ്ങളുടെ കർമ്മങ്ങളെ കൊണ്ട് മാത്രം സ്വർഗത്തേക്ക് പോകൂല. ഇത് കേട്ടപ്പോൾ അങ്ങനെ തരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഒരാൾ ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങളും പോകൂലേ? വല അന, ഞാനും പോകൂല. ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളിൻ, അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും എന്നെ പൊതിഞ്ഞാലല്ലാതെ. സഹോദരന്മാരെ, 24 മണിക്കൂറും എല്ലാ പ്രവർത്തനത്തിലൂടെയും വാക്കിലൂടെയും നമ്മൾ നേടേണ്ടതും തേടേണ്ടതും അർഹരാവേണ്ടതും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനാണ്. അള്ളാഹു അതിന് നമ്മയെല്ലാം അർഹരാക്കുമാറാവട്ടെ. അത് ലഭിക്കാനുള്ള മാർഗം എന്താ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅതീഉല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ. 1, അള്ളാഹിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്ക്, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹരായേക്കാം. അപ്പം അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൽപ്പന അനുസരിച്ച് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്നതാണ് കാരുണ്യം കിട്ടാനുള്ള ഒരു സംഗതി. 2, വഇദാ ഖുരിഅൽ ഖുർആനു, നിങ്ങളുടെ മുമ്പിൽ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ, ശ്രദ്ധിച്ച് കേൾക്ക്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കേൾക്ക്. ലഅല്ലക്കും തുർഹമൂൻ, ആ കേട്ടേന്ന് എന്തെങ്കിലും അള്ളാഹ്ക്ക് കാരുണ്യമുള്ളൊരു സംഗതി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അങ്ങനെ അള്ളാഹിൻ്റെ കാരുണ്യത്തിന് അർഹനാവും. സഹാബികളൊക്കെ ഖുർആനായത്ത് കേട്ടാൽ സ്റ്റക്കായിട്ടാണ് നിൽക്കും. മുറല്ലാഹുവിന് നടക്കുകയാണ് രാത്രി, പ്രജകളുടെ ക്ഷേമം അറിയാൻ. കൊച്ചു പെൺകുട്ടി വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ ഓതുകയാണ്. ആ ഖുർആനായത്ത് ഓതി ഉമറല്ലാഹുവിൻ ആ വീടിൻ്റെ ബാക്കിലെത്തുമ്പോൾ ഓതി ആയത്ത്, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളിൽ നടപ്പാവുക തന്നെ ചെയ്യും. ഇത് കേട്ടപ്പോൾ ഉമറല്ലാഹുവിനു തളർന്ന് അവിടെ ഇരുന്ന് പോയി. 10-20 ദിവസം പള്ളിക്ക് പോലും വരാൻ പറ്റാത്ത വിധം അദ്ദേഹം ക്ഷീണിച്ചു പോയി. ഒറ്റായത്ത് കേട്ടത് ഹൃദയം കൊണ്ടാ. ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് കരള് തന്ന, കിഡ്നി തന്ന, ഹൃദയം തന്ന, മസ്തിഷ്കം തന്ന, നാഡിയും നരമ്പും തന്ന, ഓരോ സെക്കൻഡിലും നമ്മെ സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിന്റെ കലാമാണ് ഈ കേൾക്കുന്നത്. സ്റ്റക്കായിട്ട് നിന്ന് പോവുക. അതാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കേൾക്കുക. എങ്കിൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹിന്റെ കാരുണ്യം കിട്ടും. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ ഫത്തബിഊഹു ലഅല്ലക്കും തുർഹമൂൻ. ഇതാണ് ഏറ്റവും അനുഗ്രഹീതമായ ഗ്രന്ഥം. ഇത് നാം ഇറക്കിയതാണ്. അത് നിങ്ങൾ പിൻപറ്റിക്കൊള്ളൂ, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹിന്റെ കാരുണ്യം കിട്ടും. അഖീമുസ്സലാഹ് വആതുസ് സക്കാ ലഅല്ലക്കും തുർഹമൂൻ. സൂറത്തുൻ നൂറിൽ അല്ലാഹ് പറയാണ്, നിങ്ങൾ നമസ്കാരവും സക്കാത്തും അതിൻ്റെ മുറപ്രകാരം നിലനിർത്തുക, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചേക്കും. കാരുണ്യം കിട്ടാനുള്ള
രണ്ടാമത്തെ ഒരുപാട് മാർഗങ്ങളിൽ ഒന്നാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു ലൗലാ തസ്തഗ്ഫിറൂന അല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ, സൂറത്ത് അൻആം. നിങ്ങൾ അള്ളാഹിനോട് പാപമോചനം തേടണില്ലേ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചേക്കാം. ഇത് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാനുള്ള ഇസ്തിഗ്ഫാർ, അള്ളാഹിനോട് അസ്തഗ്ഫിറുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ പങ്കെടുത്താൽ ആ സദസ്സ് പിരിയുന്നതിന് മുമ്പ് അവിടെ വെച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അള്ളാഹ്ക്കിയ സൂറത്താണ് സൂറത്തുൽ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹ്. അതുകൊണ്ട് ആ സൂറത്തിന് സൂറത്തു തൗദീഅ്, യാത്രയപ്പിന്റെ അധ്യായം എന്നൊരു പേരുണ്ട്. ആ സൂറത്തിൽ അള്ളാഹിന്റെ അടുക്കലേക്ക് വരുന്ന പ്രവാചകനോട് അള്ളാഹ്ക്കന്റെ അടുക്കലേക്ക് വരുമ്പം കൊണ്ടുവരാൻ പറഞ്ഞ സംഗതി എന്താ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. അള്ളാഹിനെ തസ്ബീഹ് ചെയ്യണം, അവനെ സ്തുതിക്കുന്നതോടൊപ്പം ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യണം. അള്ളാഹിന്റെ റസൂലിനോടാണ് അള്ളാഹ് പറഞ്ഞത്. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട മനുഷ്യനാണ്. അപ്പൊ ഇസ്തിഗ്ഫാർ നമ്മുടെ അള്ളാഹിന്റെ കാരുണ്യം കിട്ടാനുള്ള വഴിയാണ്. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കും, എങ്കിൽ ഉപരിലോകത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. ഇങ്ങനെ അള്ളാഹിന്റെ കാരുണ്യത്തിന് നമ്മൾ അർഹരാവണം. അടുത്തത് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതി. അള്ളാഹ്ക്ക് സ്തുതി അർപ്പിച്ചു, അൽഹംദുലില്ലാഹ്. എങ്ങനത്തെ അള്ളാഹു? റബ്ബുൽ ആലമീനാണ്, അർറഹ്മാൻ റഹീമാണ്, മാലിക് യൗമിദ്ദീൻ. മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ. ഉടമസ്ഥൻ എന്നാണ് മാലിക്കിന്റെ അർത്ഥം. എന്തിന്റെ? യൗമുദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. യൗം എന്ന് പറഞ്ഞ ദിവസമാണ്. ദീൻ എന്ന് അലിഫ്ലാം കൂടാതെ പറഞ്ഞാൽ അത് മതം എന്നർത്ഥം. അതിൽ അലിഫ്ലാം ചേർപ്പം അദ്ദീൻ എന്ന് പറയും, അത് പ്രതിഫലം എന്നായി. അപ്പൊ യൗമുദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതി. അപ്പൊ പ്രതിഫലം നൽകുന്ന ഒരു ദിവസമുണ്ട്, പ്രതിഫലം നൽകുന്ന ഒരു നാഥനുണ്ട്. എൻ്റെ കർമ്മങ്ങളൊന്നും പാഴായി പോകില്ല. എന്തൊരു സന്തോഷമാണ്. ദുനിയാവിൽ പലരുടെയും ടെൻഷൻ എന്താ? എന്ത് ചെയ്തിട്ടും അതിനൊരു അംഗീകാരം കിട്ടണില്ല, കുടുംബത്തിൽ നിന്ന് അംഗീകാരം കിട്ടണില്ല, സമൂഹത്തിൽ നിന്ന് അംഗീകാരം കിട്ടണില്ല, കൂട്ടുകാരിൽ അംഗീകാരം കിട്ടണില്ല, പ്രസ്ഥാനത്തിൽ അംഗീകാരം കിട്ടില്ല. ഈ അംഗീകാരം കിട്ടാത്തതിൻ്റെ ദുഃഖങ്ങൾ, ടെൻഷൻ. കേരളത്തിലെ 12% ആളുകൾ ഒരു മനോരോഗ വിദഗ്ധന്റെ ചികിത്സ ആവശ്യമുള്ള വിധം മാനസിക ടെൻഷൻ അനുഭവിക്കുന്നു എന്ന് മുൻ മുഖ്യമന്ത്രി നിയമസഭയിൽ പോയി പറഞ്ഞതാണ്. എന്തിന്റെ കുറവാണുള്ളത്? എല്ലാം ഉണ്ട്, പക്ഷേ മനസ്സിന് സ്വസ്ഥത അല്ല, അംഗീകാരം കിട്ടണില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ പാഴായി പോകുന്നു എന്ന തോന്നല്. അതല്ലേ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, സമൂഹത്തിലെ പ്രശ്നം. ആലോചിച്ച് വ്യക്തിപരമായിട്ട് നമുക്ക് പല ദുഃഖങ്ങളും ഇല്ലേ? പല ദുഃഖങ്ങളും എന്തുമായി ബന്ധപ്പെട്ടതാ? എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ട് എന്താ? നമ്മളോടൊരു നന്ദിയില്ല. അപ്പം നമ്മൾ കിട്ടാത്തത് കൊണ്ടാണ്. എന്നാൽ അതിൻ്റെ എല്ലാ ദുഃഖവും മാറുകയാണ്. എന്താണ്? മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന്റെ പ്രത്യേകത ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ചെറിയൊരു നന്മ, നമ്മളിങ്ങനെ നടന്നു പോകുന്നു, വഴിയൊരു കുപ്പിച്ചില്ല് കണ്ടു, എടുത്ത് മാറ്റി വെച്ചു, ആരും കണ്ടില്ല, എന്നാൽ അള്ളാഹ് കാണും. അതിൻ്റെ പ്രതിഫലം കിട്ടും. എന്തൊരു സന്തോഷമാണ്. അപ്പോൾ ഒരു ടെൻഷനേ നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മൾ എന്തെങ്കിലും മാനസികമായോ ശാരീരികമായോ ഒരു നല്ല കാര്യത്തിന് എന്തെങ്കിലും ത്യാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, അള്ളാഹു അതറിയും. അതിൻ്റെ കടുപ്പ് എത്രയെന്നറിയോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഒരാൾ പറഞ്ഞു, പ്രവാചകൻ, എനിക്ക് 4 അടിമകളുണ്ട്. ഈ അടിമകളുടെ ഡ്യൂട്ടി എന്നെ ദേഷ്യം പിടിപ്പിക്കല. അങ്ങനെ അടിമകൾക്ക് തന്നെ ദേഷ്യം പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പണി ആവൂല എടുക്കല്. ഇനി എടുത്താലോ ആ പണി ഞാൻ പറഞ്ഞ പോലത്തിലാവൂല. അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യം പിടിക്കും. അടിമകളല്ലേ, അന്ന് ഇഷ്ടം പോലെ അടിക്കാൻ ആരും ചോദിക്കാനും വരാനൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇപ്പൊ എനിക്കൊരു പേടി. എന്താണ്? ഞാൻ ഈ അടിമകൾ അടിച്ച അടിന്റെ പേരിൽ പരലോകത്ത് ഞാൻ ശിക്ഷിക്കപ്പെടുവോ? അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ട എന്താ? അടിമകളല്ലേ, ആരും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ, കൊടുത്തോന്നല്ല പറഞ്ഞത്. നീ അടിച്ച അടിയും ആ അടിക്ക് അടിമ ചെയ്ത തെറ്റുണ്ടല്ലോ, അത് മീസാനിൽ വെച്ച് അള്ളാഹ് തൂക്കും. ഒരു തട്ടില് അവർ ചെയ്ത തെറ്റ് വെക്കും, ഇപ്പുറത്ത് നീ കൊടുത്ത അടിയും വെക്കും. അത് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരിങ്ങൾ. മക്കൾക്ക് കൊടുത്ത അടി ഈ തട്ടിൽ വെക്കും, മക്കൾ ആ തെറ്റ് അടിക്കാൻ കാരണമായ തെറ്റ് ഈ തട്ടിലും വെക്കും. ഭാര്യക്ക് കൊടുത്ത അടി ഈ തട്ടിൽ വെക്കും, അതിന് ഭാര്യ ചെയ്ത തെറ്റ് ഈ തട്ടിൽ വെക്കും. എല്ലാം അങ്ങനെ ഖിയാസ് ചെയ്ത് പഠിച്ചോളി. അങ്ങനെ തൂക്കി നോക്കിയിട്ട് അടിമകൾ ചെയ്ത തെറ്റിനേക്കാൾ കൂടുതലാണ് ഈ കൊടുത്ത അടിയെങ്കിൽ നീ ശിക്ഷിക്കപ്പെടും.
അതല്ല, എൻ്റെ അടി കുറച്ചേ ഉള്ളൂ, അടിമക്ക് അങ്ങനെ അത്ര കിട്ടിയാൽ പോരാ, എങ്കിൽ ഓല് ചെയ്ത തെറ്റാ കൂടുതൽ, എനിക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. ഈ കൊടുത്ത ശിക്ഷനേക്കാളും കൂടുതൽ ചെയ്ത തെറ്റിൻ്റെ അനുവാദം ഉണ്ടല്ലോ, അതനുസരിച്ചൊക്കെ കൂലി കിട്ടുന്നത്. ഇയാൾ കരയാൻ തുടങ്ങി. കാരണം മിക്കവാറും ചെയ്ത തെറ്റിനേക്കാൾ കൂടുതൽ അടിച്ചിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കല്ലേ ചെയ്തത്. അമാ തല, നീ ഖുർആൻ ഓതലില്ലേ? സൂറത്ത് അംബിയ വായിച്ചു നോക്കിയിട്ടില്ലേ? ഇനി ആരെങ്കിലും ഈ കേൾക്കുന്ന ആള് കണ്ടേ വായിച്ചോളി. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുളമു നഫ്സുൻ ശൈആ വഇൻ കാന മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. നീതിയുടെ തുലാസാണ് അല്ലാഹു പരലോകത്ത് സ്ഥാപിക്കുക. ഫലാ തുളമു നഫ്സുൻ ശൈആ, ഒരാളോടും ഒരു തരിമ്പും അക്രമം ചെയ്യൂല. വഇൻ കാന മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു അണു അളവ് എന്താവട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ, അത് കൊണ്ടുവന്ന് തൂക്കി കണക്കാക്കി ഞാൻ വിചാരണ നടത്തും. അതിന് ഉപയുക്തമായ അത്ര നീതി സമ്പുഷ്ടമായ തുലാസാണ് പരലോകത്ത് ഞാൻ സ്ഥാപിക്കുക എന്ന ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടില്ലേ എന്നാണ്. സഹോദരന്മാരെ, വണ്ടിക്കാര് ഒരു വണ്ടി മറ്റൊരു വണ്ടി തട്ടുകയെ മുട്ടുകയെ ഒരു വണ്ടി എടുക്കാൻ പറ്റാത്ത പോലത്തെ ഒരുത്തൻ പാർക്ക് ചെയ്യുകയൊക്കെ ചെയ്താൽ നാവെന്ന് വരുന്ന തെറികൾ എത്രയെന്നറിയോ? ആ തെറികൾ ഒരു ഭാഗത്തും, ആ തെറികൾ പറയാൻ കാരണമായ വണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ ഭാഗത്ത് വെച്ച് തൂക്കിയാൽ പരലോകത്ത് എന്തായിരിക്കും അവസ്ഥ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രതികരിക്കുമ്പോൾ, ശിക്ഷിക്കുമ്പോൾ പോലും ഒരു വിശ്വാസി എത്രമാത്രം ശ്രദ്ധിക്കണം. അപ്പൊ അത്രമാത്രം ഒരാൾ നമ്മളെ മനസ്സ് വേദനിക്കുന്നു, ആർക്കും പറഞ്ഞിട്ട് മനസ്സിലാവണ്ട, അള്ളാഹു അത് തൂക്കി കണക്കാക്കി നമുക്ക് പ്രതിഫലം തരുന്നു. ഇത്ര ആശ്വാസമുള്ള മറ്റൊരു വാക്ക് ഖുർആനില്ല. ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമലാ. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് ഓതാൻ പറഞ്ഞു. ചില മനുഷ്യന്മാർ മനസ്സിലാക്കിയതിന് 10 മിനിറ്റ് മസ്ജിദിൽ പിടിച്ചാട്ട് ഓതി തീർക്കുക ആണെന്ന് ഞാൻ വിശ്വസിക്കണില്ല. എന്തുകൊണ്ടായിരിക്കാം, അല്ലാഹു അലം. പക്ഷെ നമുക്ക് മനസ്സിലാകുന്ന കുറേ കാരണങ്ങളുണ്ട്. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതാൻ പറഞ്ഞു. എന്താ അറിയോ? ഇത്രയേറെ വൈവിധ്യമുള്ള ചരിത്രങ്ങൾ കുത്തി നിറച്ച മറ്റൊരു സൂറത്ത് ഖുർആനിലില്ല. ചില സൂറത്ത് യൂസുഫ് നബിന്റെ കഥ മാത്രമേ ഉള്ളൂ. സൂറത്തുൽ ഖസസിൽ മൂസാ നബിന്റെ ചരിത്രം മാത്രമേ ഉള്ളൂ. പിന്നെ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ സൂറത്ത് ശുഅറാ, അംബിയ പോലുള്ള സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സൂറത്തുൽ കഹ്ഫിൽ എത്ര ചരിത്രങ്ങൾ ഉണ്ടെന്ന് അറിയാം. എന്തെല്ലാം തരത്തിലുള്ള ചരിത്രം, എന്തെല്ലാം ഗുണപാഠങ്ങൾ. അതിലെ 30-ാമത്തെ ആയത്താണ് ഓതിയത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമലാ. ഞാനേ ഒരു വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളുടെയും ഒരു നന്മയും ഞാൻ പാഴാക്കൂല, ഒക്കെ ഞാൻ കൊണ്ടുവന്ന് തൂക്കി കണക്കാക്കി പ്രതിഫലം തരും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, പൂർണ്ണമായി തരും. ദുനിയാവിൽ ഒരു കാലത്തും സാധ്യമല്ല. ഒരു മനുഷ്യൻ ചെയ്ത നന്മക്ക് തുല്യമായ പ്രതിഫലം കൊടുക്കാൻ ദുനിയാവിൽ നമ്മൾക്ക് സംവിധാനമില്ല. ഒരു മനുഷ്യൻ ചെയ്ത എല്ലാ തിന്മക്കും തുല്യമായ ശിക്ഷ കൊടുക്കാനുള്ള സംവിധാനം ഭൗതിക കോടതിന്റെ കയ്യിലില്ല. ഒരാളെ കൊന്നവനെ ഒരു പ്രാവശ്യം തൂക്കിക്കൊല്ലണം, 100 ആളെ കൊന്നവനെയോ ഒരു പ്രാവശ്യം തൂക്കിക്കൊല്ലും, ബാക്കി 99 കൊടുക്കാൻ വിധിയില്ല. അത് അല്ലാഹ് കൊടുക്കും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും അതാര് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും, ആര് നന്നായി പ്രതികരിച്ചാലും ഇല്ലെങ്കിലും, ആര് നന്ദി കാണിച്ചാലും ഇല്ലെങ്കിലും, സഹോദര സഹോദരിമാരെ, അല്ലാഹു പറയാണ് ഇന്നലാ നുളീഉ അജ്റ മൻ അഹ്സന അമല, ഒരാളുടെയും ഒരു നന്മയും ഞാൻ പാഴാക്കൂല, ഒക്കെ ശേഖരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം തരും. എന്തൊരു സന്തോഷമായ അൽഹംദുലില്ലാഹ് മാലിക് യൗമിദ്ദീനായ റബ്ബേ, നിനക്കാവുന്നു സർവസ്തുതിയും. നോക്കിങ്ങൾ, ഇനി അന്നത്തെ ദിവസത്തിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്തി നമുക്കെതിരിൽ അള്ളാനെ തിരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റൂല. യൗമലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. പൂർണ്ണ അധികാരം അള്ളാന്റെ കയ്യിലാണ്. അതാദ്യം ബോധ്യപ്പെടുത്തിയിട്ടേ എല്ലാ നടപടിക്രമങ്ങളിലേക്കും അള്ളാഹു നീങ്ങുള്ളൂ. ഐന മുലൂക്കുൽ അർദ്, അള്ളാഹു ചോദിക്കും, എവിടെ ഭൂമിയിലെ രാജാക്കന്മാർ? ഐനൽ ജബ്ബാറൂൻ ഐനൽ മുത്തക്കബ്ബിറൂൻ, എവിടെ പോയടോ കിബിറ് നടിച്ച് നടന്ന ഫിർഔനെ പോലുള്ള ആളുകൾ? ഒറ്റൊരുത്തം മുണ്ടൂല.
ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നത്തെ അധികാരം? അള്ളാഹിന്റെ ചോദ്യം. മാർക്സിസ്റ്റ് പാർട്ടിക്ക, UDF-ന, LDF-ന, ഫിർഔന, നമ്രൂദിന? അല്ല. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ അള്ളാഹ്ക്കാണ് ഇന്നത്തെ അധികാരം എന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ്, പ്രഖ്യാപിച്ചിട്ടാണ് എല്ലാ നടപടിക്രമങ്ങളിലേക്കും അള്ളാഹു മുതിരുക. നേരത്തെ പറഞ്ഞ അടിമന്റെ കേസ് പറഞ്ഞ സഹോദരൻ ഉണ്ടല്ലോ, ഇതാട് കേട്ടപ്പോൾ പറഞ്ഞ എന്താ അറിയോ? ഞാൻ ആ 4 അടിമകളെയും മോചിപ്പിച്ചിരിക്കും, ഞാൻ അടിമകൾ തന്നെ വേണ്ട. അത്ര നീതി സമ്പുഷ്ടമായൊരു വിചാരണക്കാണ് നമ്മൾ വിധേയരാവാൻ വേണ്ടി പോകുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ എൻ്റെ മൂത്ത മോൻക്കൊരു ഒട്ടകം വാങ്ങിക്കൊടുത്തു. ഇന്നത്തെ ബൈക്കിന് തുല്യാണ് അന്നത്തെ ഒട്ടകം. അന്നത്തെ ഒട്ടകം ഈസ് ഈക്വൽ ടു ഇന്നത്തെ ബൈക്ക്. ഇപ്പം മൂത്ത മോൻക്കൊരു ബൈക്ക് വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, എല്ലാ കുട്ടികൾക്കും കൊടുത്തുക്കണോ? ഇല്ല, എന്നാൽ തിരിച്ച് വാങ്ങിക്കളിന്ന്. അതിൻ്റെ പേരിൽ പരലോകത്ത് സൂക്ഷിക്കപ്പെടും. നോക്കി നിങ്ങൾ, എത്ര നീതി സമ്പുഷ്ടമായ ലോകം അത്, പരലോകം. ഒരു സ്വഹാബിൻ്റെ മടിയിൽ ഒരു ആൺകുട്ടി വന്നിരുന്നു. അപ്പം അതിനെ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ പെൺകുട്ടി വന്നിരുന്നു, അതിനെ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചില്ല. റസൂൽ പറഞ്ഞു, ഇത് മതിട്ടോ പരലോകത്ത് ഈ പരാജയപ്പെടാൻ. ഈ വ്യത്യാസം എത്ര എത്ര മൈന്യൂട്ടായിട്ടാണ് അള്ളാഹു പരലോകത്ത് കാര്യങ്ങൾ വിലയിരുത്തുന്നാലോചിച്ച് നോക്കി നിങ്ങൾ. ഓടിപ്പോയ മകനെ തിരിച്ചു വിളിക്കുക അമ്മ, മോനെ വാ എനിക്ക് സമ്മാനം തരാം. നമ്മൾ മക്കളെ പറ്റിക്കലുണ്ടല്ലോ. അള്ളാഹുന്റെ റസൂൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം മോൻ ഓടി വരുമ്പോൾ റസൂൽ ചോദിച്ചു, ഈ എന്താണ് ആ കുട്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്? റസൂൽ, എൻ്റെ കയ്യിൽ ഒരു കാരക്ക ഉണ്ട്. സന്തോഷമായി. ഞാൻ വിചാരിച്ചു ഒന്നുമില്ലാതെ ഇങ്ങനെ താളം കാട്ടി പറ്റിച്ചാണെങ്കിൽ അതൊരു കളവായി രേഖപ്പെടുത്തുന്നു. അതാണ് മാലിക് യൗമിദ്ദീൻ. അത് ആശങ്കയും ഉണ്ടാക്കേണ്ടതാ, ഭയവും പ്രതീക്ഷ ഉണ്ടാക്കേണ്ടതാ. നമുക്കറിയാലോ, മരണശേഷം ഒരു ജീവിതമുണ്ട് എന്നത് ഏറ്റവും ഭാരമുള്ളതാക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വിചാരണ ഉള്ളതുകൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ, റബ്ബന ഗ്ഫിർ ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. റബ്ബന ഗ്ഫിർ ലി, റബ്ബേ ഞങ്ങളെ റബ്ബേ എനിക്ക് പുറത്തു തരണം, വലിവാലിദയ്യ എൻ്റെ മാതാപിതാക്കൾക്കും, വലിൽ മുഅ്മിനീൻ വിശ്വാസികൾ എല്ലാവർക്കും. എപ്പോ? യൗമ യഖൂമുൽ ഹിസാബ്, വിചാരണക്ക് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയം. ഇബ്രാഹിം നബി പോലും പേടിച്ച് പ്രാർത്ഥിച്ച സംഗതിയാണ് സഹോദരന്മാരെ. നിങ്ങൾ ആലോചിച്ചു, ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം കേട്ടോ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? ഒന്ന്, പ്രാർത്ഥനൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ് ആദ്യം സ്വന്തത്തിന്, പിന്നെ മാതാപിതാക്കൾക്ക്, പിന്നെ എല്ലാവർക്കും. അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്. രണ്ടാമത്തെ ഗുണം എന്താ അറിയോ? ഈ ദുആ ചൊല്ലിയാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ എത്ര വിശ്വാസികളുണ്ടോ അത്രയും എണ്ണം പ്രതിഫലം നമുക്ക് രേഖപ്പെടുത്തും. അങ്ങനെ എല്ലാ വിശ്വാസികളും പ്രാർത്ഥിച്ചില്ലേ? അപ്പൊ ഓരോരുത്തർക്കും ഓരോ കൂലി എന്നുള്ള നിലക്ക് ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ ജനിക്കാൻ പോകുന്ന ഓരോ വിശ്വാസിയുടെയും എത്ര വിശ്വാസികളുണ്ടോ അതിന് എണ്ണത്തിന് സമാനം നമുക്ക് പ്രതിഫലം കിട്ടും. അതൊരു 5 നേരം പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന ഒരിക്കലും മറക്കരുത്. റബ്ബന ഗ്ഫിർ ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഇപ്പോൾ മാലിക് യൗമിദ്ദീനായ റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിയും. കാരണം അള്ളാഹിനെ സ്തുതിക്കാൻ ഏറ്റവും വലിയ കാരണം അതാ. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു സൽക്കർമ്മം പാഴായി പോകില്ല. രാത്രി ആരും അറിയാതെ നീറ്റ് തഹജ്ജുദ് നിസ്കരിക്കണ മനുഷ്യന്മാർ, ആരും അറിയാതെ രഹസ്യമായി സ്വതക്ക ചെയ്യുന്ന ആളുകൾ, ആരോടും പറയാതെ പരോപകാര പ്രവർത്തനം നടത്തുന്ന ആളുകൾ, എത്ര മനുഷ്യന്മാർ ദുനിയാവിലുണ്ടെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അർശിന്റെ തണലിലേക്ക് ചേർത്ത് നിർത്തപ്പെടുന്ന 7 വിഭാഗം. വലത് കൈ കൊടുക്കുന്നത്, ഇടത് കൈ അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു മഹ്ലൂക്ക് അറിയില്ല എന്ന് ഉറപ്പ് തന്നെയല്ലേ. പക്ഷെ അള്ളാഹു എത്ര ഇതിലാണ് സ്വീകരിച്ചത്. അങ്ങനെ ചെയ്തൊരു മനുഷ്യനെ ഓനക്ക് കൊടുത്ത പരിഗണന എന്താ? നാളെ ഒരു തള്ളക്കോഴി തൻ്റെ കുട്ടികളെ അകിടിന്റെ ചോട്ടിലേക്ക് ചേർത്ത് നിർത്തുന്നത് പോലെ അള്ളാഹു അർശിന്റെ തണലിലോട് ചേർത്ത് നിർത്തി എല്ലാ ചൂടുന്നും രക്ഷപ്പെടുത്തുക. അപ്പൊ അതാണ് മാലിക് യൗമിദ്ദീൻ. അങ്ങനെ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ അത് നമ്മിലുണ്ടാക്കേണ്ട ഗുണം, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സൽക്കർമ്മമാക്കി മാറ്റണം. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് കാണാം, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. വിശ്വാസം പറഞ്ഞിടത്തൊക്കെ വഅമലു സ്വാലിഹാത്ത് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്താ അറിയോ? ഒരു വിശ്വാസിന്റെ വിശ്വാസം പൂർത്തിയാകുന്നത് അവൻ ചെയ്യുന്ന എല്ലാം, അവന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് വരെ പരലോകത്ത് സൽക്കർമ്മമാക്കി മാറ്റുക. ഒരു ഉദാഹരണം, വെള്ളം കുടിക്കൽ നമ്മൾ ആവശ്യമാണ്.
എങ്ങനെ കുടിച്ചാലും വെള്ളം ദാഹം മാറും. പക്ഷെ ഒരാൾ വെള്ളം കുടിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കുടിച്ചു. ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇരുന്ന് കുടിച്ചു. ബിസ്മി ചൊല്ലി 3 പ്രാവശ്യം, മൂന്നാമത്തേൽ വലിച്ചാണ്ട് കുടിച്ചു, കുഴപ്പമില്ല. കഴിഞ്ഞ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു നിൽക്കുക. അയാളുടെ മുഴുവൻ ചെറുപാപങ്ങളും അള്ളാഹ് പൊറുക്കുന്നു. അതൊരു സൽക്കർമായി. അപ്പൊ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ശാരീരിക ആവശ്യമാണ് വെള്ളം കുടിക്കുക. അതൊരു പുണ്യകർമ്മമാക്കുക. അതാണ് ഈമാന് അമലു സ്വാലിഹ്. ഭക്ഷണം കഴിക്കുക നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമാണ്. എങ്ങനെ തിന്നാലും വെള്ളം നിറയും. പക്ഷെ അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് അതിൽ ചൊല്ലേണ്ട പ്രാർത്ഥന ഒക്കെ ചൊല്ലിയാൽ അതൊരു പുണ്യകർമ്മമായി. അതിനൊരു കൂലി കിട്ടിയാൽ നമുക്ക് എത്രത്തോളം എന്നറിയാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് പോലും കൂലിയുണ്ട് എന്നുള്ള. സത്യവിശ്വാസികളായ സഹാബികൾ അന്തം വിട്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളെ വികാരം ശമിപ്പിക്കുന്നതിന് കൂലിയോ? അപ്പൊ അത് അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? അത് നിങ്ങൾ വേറൊരു പെണ്ണിനെടുത്ത് പോയി നിർവഹിച്ചാൽ കുറ്റം കിട്ടുമോ? ആ കിട്ടും. അതിന് കൂലിയും കിട്ടും. അതിന് പോലും കൂലി വേണ്ട. ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പം ആപ്പിൾ വിൽക്കണത് കണ്ടു, കുട്ടിക്ക് തിന്നാലോ? അങ്ങനെ 2 ആപ്പിൾ വാങ്ങി വീട്ടിലെത്തി ഒരു കഷ്ണം ഭാര്യക്ക് കൊടുത്താൽ അതിന് പോലും സദക്കൻ്റെ കൂലിയുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാം, നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം പുണ്യകർമ്മമാക്കി മാറ്റണം. കാരണം അതൊക്കെ എനിക്ക് പരലോകത്ത് കൂലി കിട്ടും. കാരണം അങ്ങനെ റബ്ബിൻ്റെ കണ്ടനാടിയേക്കാൾ അടുത്തുണ്ട്. അവൻ ഞാൻ ചെയ്യുന്ന എല്ലാം കാണുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഓന് കാണാനും രേഖപ്പെടുത്താനും കൂലി തരാനും പറ്റിയ കോലത്തിലാവണം എൻ്റെ എല്ലാ കാര്യങ്ങളും. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ, അള്ളാഹിനെ ഏൽപ്പിച്ച്. ബിസ്മില്ലാഹി വലജിന ഓ ബിസ്മില്ലാഹി ഖറജിന. ഇങ്ങോട്ട് കയറുന്ന കയറ്റും പടച്ചോൻക്ക് കൊടുത്തു, സൽക്കർമാണ്. വണ്ടി കണ്ട് കയറുമ്പോൾ ബിസ്മില്ല, സുബ്ഹാനല്ലദീ സഖറന ഹാദാ. വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങിയാലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പ്രാർത്ഥന. ഓരോ സന്ദർഭത്തിലും കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇറക്കം സുബ്ഹാനല്ലാഹ്. നിരന്ന സ്ഥലം അൽഹംദുലില്ലാ. ഏത് സമയത്താണ് നമുക്ക് നാവ് അടക്കി വെക്കാനുള്ളത്? ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാലോ, യാത്ര ഒരു പുണ്യകർമ്മമായി. ഉറക്കം നിർബന്ധമല്ലേ? ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യുമെന്ന് പറഞ്ഞ ആളെ അള്ളാഹു സുബ്ഹാനഹു തിരുത്തല്ലേ ചെയ്തത്? ഉറങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ ഉറങ്ങലുണ്ട്, നിസ്കരിക്കലുണ്ട്. ഉറക്കത്തിന്റെ മര്യാദ പാലിച്ചൊരുത്തൻ കിടന്നാൽ ഉറക്കം മുഴുവൻ ലാഭമായി മാറുകയാണ്, ഒരു പുണ്യകർമ്മമായി മാറുകയാണ്. ഒരാൾ ദിക്ർ ചൊല്ലിക്കൊണ്ട് ഉറങ്ങിപ്പോയി. ദിക്ർ ചെല്ലുമ്പോൾ ഒക്കെ മലക്കൾ എഴുതും. ഉറങ്ങിയാൽ എഴുതൂല, സ്വാഭാവികമല്ലേ? അള്ള ചോദിക്കുമ്പോൾ എന്തേ എഴുത്ത് നിർത്തിയത്? നിന്റെ അടിമ ഉറങ്ങിപ്പോയി. ഉറങ്ങുന്നതിന് മുമ്പ് എന്താ ചെയ്തത്? ഓൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ തന്നെ ഉറങ്ങിപ്പോയതാ. ഞാൻ നേരം വെളുക്കണത് എഴുതിക്കോളി. നോക്കി, ഇയാൾ ഉറങ്ങാണ്. അയാൾ ഉറങ്ങി നീക്കണത് വരെ ഈ അമല് തന്മ എഴുതുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാം. സത്യവിശ്വാസിയായ ഒരാളെ അങ്ങാടി വെച്ച് കണ്ടുമുട്ടുന്നു സഹോദരന്മാരെ, ഈമാനുള്ള മനുഷ്യൻ ആ കൂടിക്കാഴ്ചയിൽ 10 നന്മ നേടിയിരിക്കും. 1, സലാം പറയണം. 2, സലാം പൂർത്തിയാക്കി പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3, മുസാഫഹത്ത് ചെയ്യണം. 4, മുഖത്ത് നോക്കി സംസാരിക്കണം. 5, പുഞ്ചിരിയോടെ സംസാരിക്കണം. അങ്ങനെ ഒന്നിട്ട് സംസാരിച്ചിട്ട് ഓനക്ക് എന്തെങ്കിലും ഒരു പ്രയാസമോ ദുഃഖമോ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അവന് വേണ്ടി പടച്ചോനെ, എൻ്റെ കൂട്ടുകാരൻ്റെ ആ പ്രയാസം മാറ്റി കൊടുക്ക് റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഇനിയും പ്രാർത്ഥിക്കട്ടോ എന്ന് പറയണം. എന്ത് സന്തോഷം ഉണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കട്ടോ, വീട്ടിലെത്തട്ടെ, അല്ല റമദാൻ ആവട്ടെ എന്ന് പറയലല്ല. ഇനി ഓനക്കൊരു സന്തോഷം ഉണ്ടായി, മോന് A+ കിട്ടി, അല്ലെങ്കിൽ ഓനക്കൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ മോക്കൊരു പുയാപ്പള ശരിയായി, അല്ലാഹ് അൽഹംദുലില്ലാ, ആശംസിക്കണം, പ്രശംസിക്കണം, അംഗീകാരം കൊടുക്കണം. മനസ്സിലായോ? അങ്ങനെ പിരിഞ്ഞു പോവുകയാണ്. പിരിഞ്ഞു പോകുമ്പം സലാം പറയണം, കൈ കൊടുക്കണം, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. 10 നന്മയോ? ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുള്ള പഠിച്ചു. ഈ ദ്വാരക്കും എന്നെ മറക്കരുത് കേട്ടോ. ഈ പറഞ്ഞോലൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ അങ്ങനെ എന്നോടോ ഞാൻ നിങ്ങളോടോ പറഞ്ഞാൽ, ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ പറയാണ്, പടച്ചോനെ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എന്നോട് ദുആ കൊണ്ട് വസിയത്ത് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം. ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടു. 10 നന്മ നിങ്ങൾ ആലോചിച്ചു. അത്രയാണ് ഒരു വിശ്വാസി. ഇനി ഒരു അനുഭവങ്ങളെ, നമ്മൾക്കുണ്ടാകുന്ന നെഗറ്റീവും പോസിറ്റീവുമായ അനുഭവങ്ങളെ പ്രതിഫലാർഹമാക്കി തീർക്കണം. ഒരു മുസീബത്തുണ്ടായി, പ്രയാസം ഉണ്ടായി,
ഒരു വിശ്വാസി പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ അജിർനി ഫി മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിന്ന. അള്ളാഹുവേ, ഈ ബുദ്ധിമുട്ടിന് നീ എനിക്ക് പ്രതിഫലം നൽകണം റബ്ബേ. എന്താണോ എനിക്ക് നഷ്ടപ്പെട്ടത് അതിനേക്കാൾ ഹൈറായത് നീ എനിക്ക് പകരം തരണം എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആ ബുദ്ധിമുട്ട് നീക്കുന്നു മാത്രല്ല, അതിനേക്കാൾ ഹൈറായതായിട്ട് അള്ളാഹു അവർക്ക് കൊടുക്കും. നമുക്ക് ദേഷ്യം പിടിക്കുന്ന സന്ദർഭം ഉണ്ടാവും, അതും നമ്മൾ പ്രതിഫലാർഹമാക്കി തീർക്കണം. ക്ഷമിച്ച് മാപ്പ് കൊടുത്ത് വിട്ടുവീഴ്ച ചെയ്ത്. അള്ളാഹുവിൻ്റെ റസൂല് പൊട്ടിത്തെറിക്കേണ്ട സന്ദർഭം ഉണ്ടായിട്ടില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ കയ്യിലെ പലഹാരപാത്രം തട്ടിത്തെറിപ്പിച്ചില്ലേ? എത്ര തന്മയത്വത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഘട്ടത്തെ തനിക്ക് അനുകൂലമാക്കി മാറ്റിയത് എന്നാലോചിച്ച് നോക്കൂ. ഒന്നും പ്രതികരിച്ചില്ലല്ലോ. ആ തെറിച്ച് വീണ പലഹാരങ്ങളൊക്കെ എടുത്ത് പെറുക്കി പൊട്ടിയ പാത്രത്തിന് പകരം മറ്റൊരു പാത്രം ആ കൊണ്ടുവന്ന കുട്ടിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് റസൂല പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മക്ക് എന്തോ ഒരു ദേഷ്യം വന്നു, ആ കുട്ടി ഒന്നും വിചാരിക്കണ്ട കേട്ടോ, എന്തെങ്കിലും മോശം ഓളെപ്പറ്റി വിചാരിക്കണ്ടെന്ന്. മനസ്സിലാക്കുന്നു? എത്രയാണ് ശ്രമൻ്റെ അപ്പൊ ആഴെന്നാലോചിച്ചു. ഖൈബർ യുദ്ധത്തിന് പോകുമ്പോൾ ജൂതയായ പെണ്ണ് പറഞ്ഞില്ലേ, റസൂലെ വരുമ്പോൾ ഇതിലെ വരണം കേട്ടോ, ഞാൻ ആട്ടർച്ച ഉണ്ടാക്കിയേക്കാം. എത്ര വിശപ്പോടെയാണ് യുദ്ധം കഴിഞ്ഞ് വരിക. ആർത്തിയോടടി ചെന്ന് വിളമ്പി വെച്ച ഭക്ഷണപദാർത്ഥത്തിൽ നിന്ന് ഒരു കഷ്ണം ബഷീർ എന്ന സ്വഹാബി എടുത്ത് തൊള്ളയിലിട്ട് തൽക്ഷണം മരിച്ചുപോയി. അന്ന് മദീനയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മാരകമായ വിഷമാണ് ആ പെണ്ണയിലിട്ട്. റസൂൽ അവിടെ വെച്ച് തൊള്ളയിലിട്ടപ്പോൾ ജിബിലി സത്വസം ഒറ്റപ്പെട്ടു. റസൂൽ ഇറക്കലേ വിഷമുണ്ട്. അള്ളാൻ റസൂല് തുപ്പി. പക്ഷേ അപ്പോഴേക്ക് അതിൻ്റെ ചെറിയ നീരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഉള്ളിലേക്ക് ഇറങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് നമ്മുടെ നേതാവ് മരിക്കുമ്പോൾ അള്ളാൻ റസൂല് പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയോ? യാ ആയിഷ ഇന്നീല അജിദു അലമുത്താമുല്ലത്തി അക്കൽദു ബഹൈബറ. ഹൈബർ യുദ്ധത്തിൽ ജൂതയായ പെണ്ണ് തന്ന ആ മാംസത്തിൻ്റെ വിഷം ഇപ്പം എനിക്ക് വിഷമുണ്ടാക്കണ്ട ആയിഷ. എൻ്റെ ഓരോ നാടിയും നരമ്പും മുറിഞ്ഞു പോകുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് ആയിഷ. നമ്മളെ നേതാവ് മരിക്കുമ്പം മരണവേദനയോട് പറഞ്ഞെങ്കിൽ ആ പെണ്ണിന് മാപ്പ് കൊടുത്തില്ലേ? ആ പെണ്ണിനോട് പ്രതികാരം ചെയ്തില്ലല്ലോ. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പ്രയാസം ഉണ്ടാക്കുന്ന, സങ്കടം ഉണ്ടാക്കുന്ന, പ്രതികാരം ഉണ്ടാക്കുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ അത് പരലോകത്ത് കൂലി കിട്ടുന്ന രൂപത്തിലാക്കിയതിൻ്റെ രൂപം കണ്ടോങ്ങൾ. സഹോദരന്മാരെ, ഇതാണ് മാലിക് യൗമിദ്ദീൻ നമ്മളിൽ ഉണ്ടാക്കേണ്ട പ്രതികരണം. നമ്മളെ ജീവിതവും ഈ മാലിക് യൗമിദ്ദീൻ തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കി. അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഭാര്യമാരെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കി. അബ്ദുല്ലാഹിബ് ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയാലോ, കപട വിശ്വാസിന്റെ നേതാവാണ്. റസൂലുള്ള മാസങ്ങളോളം ഭാര്യമാരുടെ അടുത്തേക്ക് പോവാതെയായി. ആയിഷ റളിയല്ലാഹു അൻഹ മെലിഞ്ഞ് ഊതിയ പാറിപ്പോണ കോലത്തിലായി. വിശ്വാസികൾ ഒന്നടങ്കം ദുഃഖത്തിലായി. ഒരു മനുഷ്യന്റെ അഭിമാനം തകർക്കാൻ ഇത്ര നല്ലൊരു മാർഗം വേറെ അന്നൊന്നുമില്ല. അന്നും അങ്ങനെ തന്നെ. രാഷ്ട്രീയത്തിൽ ഒരാൾ ഉയർന്നു വരികയാണോ എന്താ ചെയ്യുക? ഒരു പെൺകേസിലായിട്ട് വരുത്തിയാൽ കഴിഞ്ഞു. പിന്നെ ശരിയോ തെറ്റോ ജനങ്ങൾ നോക്കൂലല്ലോ. അള്ളാഹുവിന്റെ റസൂലിനെ തളർത്താൻ കപട വിശ്വാസിന്റെ നേതാവ് പറഞ്ഞ് പ്രചരിപ്പിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റിയുള്ള അപവാദ പ്രചരണം. സൂറത്തുൻ നൂർ മറിച്ചുനോക്കിയാൽ കാണാം. അതിന് നേതൃത്വം കൊടുത്ത അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളാണെ പടക്കം പൊട്ടി ആഘോഷിക്കൂലേ? ഉമ്മായിരിക്കും. അതൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള മുസ്ലിമാണ്. അദ്ദേഹമാണ് മരണപ്പെട്ട വാർത്ത പറയാൻ അള്ളാഹ് റസൂൽ വന്നത്. റസൂൽ എൻ്റെ വാപ്പ മരിച്ചിട്ടോ, നന്നായടോ, എൻ്റെ വാപ്പൊക്കെ കുറച്ച് കാലമായിട്ട് എൻ്റെ കുടുംബത്തിൽ ചെയ്ത് ഈ കണ്ടില്ലെന്ന് റസൂൽ പറഞ്ഞോ? പറഞ്ഞില്ല. എന്നാൽ അബ്ദുള്ള വന്നത്, സഹോദരന്മാരെ റളിയല്ലാഹു അൻഹു വന്നത് മരണവാർത്ത പറയാൻ വേണ്ടി മാത്രമായിരുന്നില്ല. റസൂലെ വാപ്പക്ക് അവസാനമായിട്ട് ഒരു വസിയത്ത് ഉണ്ടായിരുന്നു. എന്താണ്? നിങ്ങളെ ഡ്രസ്സിൽ വാപ്പനെ കഫൻ ചെയ്യണം. ആരെ ഡ്രസ്സിൽ? നിങ്ങൾ ആലോചിച്ച് നോക്കി. സ്വന്തം ഭാര്യനെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കിയ മനുഷ്യനെ തൻ്റെ ഡ്രസ്സിൽ കഫൻ ചെയ്യാൻ റസൂൽ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ അബ്ദുള്ള റളിയല്ലാഹുവിനെ ചേർത്ത് വെച്ചിട്ട്, അബ്ദുള്ള, എൻ്റെ വാപ്പൻ്റെ കുടുംബത്തോട് ചെയ്ത എനിക്കറിയില്ലേ, എങ്ങനെയാണ് ഞാൻ ഈ കുപ്പായം കഴിച്ചത്? എൻ്റെ ഭാര്യമാരെന്താ എന്നെ പറ്റി പറയാ? ഒന്നുമില്ല. ആയിഷ റളിയല്ലാഹുവിനെ പറ്റിയല്ലേ വാപ്പതൊക്കെ പറഞ്ഞുണ്ടാക്കി. ആയിഷന്റെ മനസ്സ് വേദനിക്കൂല അബ്ദുള്ള, അതുകൊണ്ട് ഈ ദയവ് ചെയ്ത് ഈ തുണിയും കുപ്പായം എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞോ? ഇല്ല. ആയിഷ റളിയല്ലാഹുവിന്റെ ഇഷ്ടം പോലും പരിഗണിക്കാതെ റസൂൽ അപ്പം തന്നെ ഡ്രസ്സാണ്ട് ഊരി കൊടുക്കുകയാണ്. ആരെ കഫൻ ചെയ്യാനെന്ന് നമ്മൾ ആലോചിക്കണം കേട്ടോ. നമ്മളൊക്കെ കുടുംബമായി ജീവിക്കുന്ന ആളുകളാണ്. റസൂൽ പറഞ്ഞു, നിസ്കരിക്കാൻ സമയമാവും പറഞ്ഞിട്ട് ഞാൻ വരാം. ആർക്ക് വേണ്ടി? നിങ്ങൾ ആലോചിച്ചു. ആർക്ക് പൊറുക്കലിനെ തേടാൻ അള്ളാഹ് റസൂൽ പോണത്? അങ്ങനെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി റസൂലുള്ള മയ്യത്തിൻ്റെ അടുത്തുനിന്ന് തലഭാഗത്തുനിന്ന് കൈ കെട്ടാൻ തുടങ്ങിയപ്പം മയ്യത്തിൻ്റെ റസൂലിൻ്റെ ഇടയിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു.
റസൂലെ, ഈ ചങ്ങായിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ സമ്മതിക്കൂല, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്? ഉമർ അള്ളാഹുവിന്റെ ക്ഷോഭം. അള്ളാഹിന്റെ റസൂൽ പുഞ്ചിരിച്ചു. എല്ലാ ദേഷ്യവും പ്രതികാരവും ഏതൊരുത്തന്റെ മനസ്സൊന്നും ഇല്ലാതെയാക്കുന്ന റസൂലിന്റെ പുഞ്ചിരി. അഖിർ അന്നിയ ഉമർ, ഉമറെ മാറി നിൽക്കും, മനുഷ്യനല്ലേ. മനുഷ്യനല്ല ഉമറെ, മനുഷ്യനൊക്കെ എന്തൊക്കെ അബദ്ധം പറ്റും. അള്ളാഹു ആയത്തിറക്കി, പ്രവാചകൻ 70,000 വട്ടം നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഓൻക്ക് ഞാൻ പുറത്തു കൊടുക്കുന്നു, പടച്ച റബ്ബ്. അപ്പൊ അള്ളാഹുവിന് ചോദിച്ചു, റസൂലെ, അള്ളാഹ് പറഞ്ഞില്ലേ പുറത്തു കൊടുത്തൂല, നീ എന്തിനാണ് നിസ്കരിക്കണത്? അള്ളാഹ് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാ നിസ്കരിക്കണത്? അപ്പൊ അള്ളാഹ് റസൂൽ പറഞ്ഞ മറുപടി എന്തായാലും, നിസ്കരിക്കണ്ടെന്ന് അള്ളാഹ് പറഞ്ഞില്ലല്ലോ എന്ന്. 70,000-ത്തിലധികം പ്രാർത്ഥിച്ചാൽ അയാൾക്ക് പുറത്തു കൊടുക്കുമായിരുന്നെങ്കിൽ ലസിത്തു, ഉമറെ ഞാൻ അതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനും കഴിയൂല സഹോദരന്മാർ. എന്തെങ്കിലും ഒരു പെരുമാറ്റ ദൂഷ്യം ആരെടുത്തെന്തെങ്കിലും ഉണ്ടായത്, അത് ജീവിതാന്ത്യം വരെ മനസ്സിന് പക വെച്ച് കൊണ്ടെടുക്കണ മനുഷ്യന്മാരാണ് നമ്മൾ. ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? ഇഹ്ദിന സുറാത്ത്, പിന്നെ മാലിക് യൗമിദ്ദീൻ എന്ന ആയത്ത്, ആ ആയത്തിന്റെ ആശയവും അർത്ഥവും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മെ ഒരു ദുഃഖവും ദുഃഖിപ്പിക്കൂല, ഒരു നഷ്ടവും തളർത്തൂല, ഒരാളോട് നമുക്ക് പ്രതികാരം ഉണ്ടാവില്ല, ഒരാൾക്ക് മാപ്പ് കൊടുക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല, ആർക്ക് എന്തുപകാരം ചെയ്യാനും ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നും പ്രതീക്ഷിക്കണില്ല. അവിടെ കിട്ടും, നമുക്ക് ഉറപ്പുമാണ്. പരലോകത്ത് കിട്ടും നീക്ക് ഉറപ്പാ. പിന്നെ ഞാൻ എന്തിന്? എന്നെ ആര് മനസ്സിലാക്കട്ടെ മനസ്സിലാക്കാതെക്കട്ടെ, ആര് ഉൾക്കൊള്ളട്ടെ ഉൾക്കൊള്ളാതെക്കട്ടെ, സഹോദരന്മാരെ, അള്ളാഹ് അറിയും, അവൻ കാണുന്നുണ്ട് എന്ന ബോധം. അതാണ് മാലിക് യൗമിദ്ദീൻ എന്ന ആയത്തിൽ നിന്ന് നമ്മിൽ ഉണ്ടാവേണ്ടത്. ഈ 3 കാര്യം കൂടി പറയാം. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോണല്ലോ, അവൻ്റെ അടുക്ക രക്ഷപ്പെടണമല്ലോ. 3 കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത്. 1, അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ച ആരാധനകൾ, പുണ്യകർമ്മങ്ങൾ, ഇബാദത്ത്, അത് കൃത്യമായി ഭംഗിയായി സംതൃപ്തിയോടെ നിർവഹിക്കണം. ഈ 3 കാര്യം അള്ളാഹു നമ്മുടെ അമൽ സ്വീകരിക്കണമെങ്കിൽ നിർബന്ധം. കൃത്യമായിരിക്കണം, ഭംഗിയായിരിക്കണം, സന്തോഷത്തോടെ ആയിരിക്കണം. ഇത് 3 ഉണ്ടാവില്ല. ആരാധന നിർവഹിക്കല അല്ല, ആരാധന ആസ്വദിക്കല. ഇനി ഒരിക്കലും നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന ആള് നമസ്കാരം നിർവഹിക്കുക എന്ന് പറയരുത് സഹോദരന്മാരെ. നിർവഹിക്കുക എന്നുള്ളത് ഗത്യന്തരല്ലാതെയും ചെയ്യുക. ഞാനവിടെ നിർവഹിച്ചു, എന്താ ഇപ്പൊ കാട്ടുക, അങ്ങനെ നിർവഹിക്കാലോ. ഇബാദത്ത് നിർവഹിക്കുകയാണോ വേണ്ടത്? അല്ല, ആസ്വദിക്കുക വേണ്ടത്. കാരണം എന്താ? ഇതിനൊക്കെ കിട്ടുന്ന കൂലി എത്രയാണ്? ആ കൂലിയെപ്പറ്റി ഇങ്ങോട്ട് ആലോചിക്കുമ്പോണ്ടല്ലോ, അത് ചെയ്യാനുള്ള എല്ലാ ത്യാഗവും പോയിട്ട് അതൊരു ആസ്വാദനമായി മാറും. കൊട്ടാര വെയിലത്ത് അധ്വാനിക്കുന്ന മനുഷ്യന്മാർ ആ അധ്വാനത്തെ ആസ്വദിക്കുന്നത് എങ്ങനെ അറിയോ? അതുകൊണ്ട് എൻ്റെ ഭാര്യയും മക്കളൊക്കെ സുഖമായിട്ട് ജീവിക്കുമല്ലോ. ഗൾഫിലുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾ ഒരു മനുഷ്യന് സഹിക്കാനാവാത്ത നഷ്ടം സഹിക്കുന്ന ആളുകളാവുമല്ലോ. സഹോദരന്മാരെ, പ്രവാസികളല്ലാത്തവരെ നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രവാസി എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? തനിക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് തിരിച്ചറിയാത്തവരാണ് ഒരു പ്രവാസി. എല്ലാം നഷ്ടപ്പെട്ടാ വരിക. അങ്ങനത്തെ ആളുകൾ മനസ്സിൽ നിന്ന് ആ വേദനയെ മുഴുവൻ ആസ്വാദനമാക്കി മാറ്റൽ എങ്ങനെ അറിയോ? എൻ്റെ ഭാര്യ മക്കളും ഉമ്മയും ബാപ്പിയും ഒക്കെ നാട്ടിൽ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ എന്നാലോചിച്ചിട്ടാണ്. അതേപോലെ നമസ്കാരം കൊണ്ട് കിട്ടുന്ന കൂലി എത്രയാണ്, നോമ്പ് കൊണ്ട് കിട്ടുന്ന കൂലി എത്രയാണ്, ആസ്വദിക്കണം. നമ്മൾ നിർവഹിക്കല. അതുകൊണ്ടാണ് നിർവഹിക്കൽ കുറേ കഴിയുമ്പോൾ ഇല്ലാതാവും. അതുകൊണ്ട് ആ പള്ളി, റമളാനിൽ സജീവമായ പള്ളി, റമളാൻ കഴിഞ്ഞാൽ കാലിയാവാൻ കാരണം എന്താ? നിർവഹിക്കല്ല വേണ്ടത്, ആസ്വദിക്കുക വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ പറയൽ എങ്ങനെയാ? ബിലാലെ, ബാങ്ക് വിളിക്കുന്ന അതാണ്ട് കഴിഞ്ഞിട്ടാ പോരേ പോകാലോ എന്നാ? അല്ല, അരിഹനായ ബിലാൽ എന്നാ പറയുക. അരിഹനായ ബിലാൽ എന്ന് പറഞ്ഞാൽ ബിലാലെ ഞങ്ങളുടെ മനസ്സിന് കുളിർമ കൊണ്ടാണ്. അപ്പൊ നമസ്കാരം എന്താണ്? ഒരു ഭാരമല്ല, കുളിർമയാണ്. മൊബൈൽ എടുത്തു നോക്ക്. നമ്മളെ മക്കൾ മൊബൈൽ എത്രേ മണിക്കൂർ, യാതൊരു വെള്ളം വേണ്ട, ഭക്ഷണം വേണ്ട, ഉറക്കമില്ല, ക്ഷീണമില്ല, ഒന്നും ചൂടെടുക്കണമൊന്നുമില്ലല്ലോ. എന്താ കാരണം? ആസ്വദിക്കുക. ഇബാദത്ത് ആസ്വദിക്കുക വേണ്ടത്. നമസ്കാരത്തെ പറ്റി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർറത്തു ഐനി ഫി സ്വലാ, എൻ്റെ കണ്ണ് കുളിർമയാകുന്നത് നമസ്കാരത്തിലാണ്.
കൺകുളിർമ എന്ന് പറഞ്ഞത് കാണാനും ആസ്വദിക്കാനും എമ്പാടുള്ളതാണല്ലോ കൺകുളിർമ എന്നുണ്ട്. കാണൽ മാത്രമല്ലല്ലോ, അത് കുളിർമ മനസ്സിലാണല്ലോ ഉണ്ടാവുക. അപ്പൊ ആ കാണുന്ന കാര്യത്തോട് മനസ്സിന്റെ ആകർഷണീയത, അത് രണ്ടും ചേരുമ്പോഴാണ് കുളിർമ ഉണ്ടാവുക. അത് നിസ്കാരത്തിലാന്നാ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ മുഴുവൻ പള്ളികളും ഒരു മഹല്ലിൽ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സമയം എപ്പോഴാ? രാത്രിയാണ്. ഇഷാക്കും ചിലപ്പോൾ എല്ലാവരും വീട്ടിലെത്തിക്കോണമെന്നില്ല. സുബീക്ക് എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ, ഉണ്ടാവും. അപ്പൊ ഒരു മഹല്ലിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ആളുകൾ നമസ്കരിക്കാൻ ഉണ്ടാവേണ്ട വഖത്ത് ഏതാ? സുബിയാണ്. 98% പള്ളികളിലും ഏറ്റവും കുറച്ച് ആളുണ്ടായാലും എപ്പോഴാ? സുബീക്കാണ്. എന്താ കാര്യം? നിർവഹിക്കുകയാണ്, ആസ്വദിക്കല്ല. എന്നാൽ ആ സുബീക്ക് ശേഷം ഒരു മെക്സവൻ എന്ന് പറഞ്ഞൊരു വ്യായാമ മുറയുണ്ട്. അവിടെ ഉപയോഗിക്കുന്നത് ഫുള്ളാണ്. 6 മണി എന്ന് പറഞ്ഞാൽ 6 മണി. ആണും പെണ്ണും കല്യാണത്തിന് പോണ മാതിരിയാക്കും. മനസ്സിലായോ? ആരോഗ്യം കിട്ടും, കൺകുളിർമയാവുകയാണ്. ഇതുകൊണ്ട് എന്താ കിട്ടുക എന്നറിയില്ല. വെള്ളിയാഴ്ച ആദ്യം പള്ളിയിലെത്തിയാൽ ഒരു ഒട്ടകത്തിനെ വാങ്ങി അതിൻ്റെ അറുത്ത് ഒരു കഷ്ണം ഇറച്ചി നമ്മൾ എടുക്കാതെ പാവങ്ങ കൊടുത്ത കൂലി കിട്ടും എന്നറിയിട്ടാ അല്ല. എന്നിട്ട് നമ്മളെപ്പോഴാ പോലെ? എന്നാൽ ഏതെങ്കിലും ഒരു കടയിൽ ഒരു ഓഫർ ഉണ്ടെങ്കിലോ? എന്താ അടുത്ത തിരക്ക്? എന്താ വിഷയം? നമ്മുടെ തളർച്ച അതാണ്. നമ്മുടെ വളർച്ചയും തളർച്ചയും ഒക്കെ അതാ. നമ്മൾ വളരുകയാണോ തളരുകയാണോ എന്ന് വെച്ചാൽ തളരുകയാണ് സഹോദരന്മാരെ. ഈ ഏത് വിഷയത്തിൽ? അള്ളാഹ്ക്ക് ചെയ്യേണ്ട കാര്യം വളരെ കൃത്യമായിരിക്കണം, ഭംഗിയാവണം. ഏത്? എൻ്റെ നിസ്കാരം ഏറ്റവും ഭംഗിയുള്ളതാവണം. എൻ്റെ നോമ്പായിരിക്കണം ഏറ്റവും ഭംഗിയുള്ള നോമ്പ്. എൻ്റെ ജുമ ആയിരിക്കണം ഈ ജുമയിൽ പങ്കെടുത്തോലെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ജുമ. എൻ്റെ ഖുർആനോത്തായിരിക്കണം ഏറ്റവും നല്ല ഖുർആനോത്ത്. എന്താ കാരണം എന്നറിയോ? അടുത്തത് എനിക്ക് ചെയ്യാൻ ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല. അള്ളാഹു റസൂല് നിസ്കരിക്കാൻ ഇമാം നിൽക്കുമ്പോൾ ഇമാമ് നിൽക്കുന്ന സ്ഥലത്ത് ചെന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടുന്നതിന് മുമ്പ് 3 കാര്യം പറയും. ഒന്ന്, ഇസ്തവു സുഫൂഫക്കും, നിങ്ങൾ നിങ്ങളുടെ സഫ് ശരിയാക്കണം. 2, ഫഇന്ന തസ്വിയത്തു സഫി മിൻ ഇഖാമത്തി സ്വലാ, സഫ് ശരിയാക്കുക എന്നത് നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. നമ്മളെ വക ഒരു ഔദാര്യമൊന്നും അല്ലത്. 3-മത്തെ വാക്കാണ്ട് പറയുമ്പം മദീനത്തെ പള്ളി മരിച്ച വീട് പോലെയാവും. എന്താ? സ്വല്ലൂ കസ്വലാത്തി മുവദ്ദിഇൻ, നിങ്ങൾ വിട പറഞ്ഞു പോകുന്ന ഒരു മനുഷ്യനെ പോലെ നമസ്കരിക്കണം. അടുത്ത വക്തിന് ഈ ഉണ്ടാവില്ല. അടുത്ത വക്ത് ജമാഅത്ത് നടക്കുന്നതിന്റെ മുമ്പ് എൻ്റെ മയ്യത്തേക്ക് കൊണ്ട് നിസ്കരിക്കാം. എങ്കിൽ ഈ നിസ്കാരത്തിന്റെ ഭക്തി എത്രയാ? ഖുർറത്തു ഐനി ഫിസ്. അപ്പൊ ഭംഗിയാക്കണം. ഇത് അള്ളാഹ്ക്ക് കൊടുക്കാനുള്ളതല്ല. ഒരു വിരുന്നുകാരന് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ നാഗമൽ വെച്ചിട്ട് മണത്തൊക്കെ നോക്കൂലേ? എന്നിട്ട് നല്ലോണം ഉറപ്പ് വരുത്തിയിട്ടല്ലേ കൊണ്ടുവച്ച് കൊടുക്കുള്ളൂ. അതെ, അള്ളാഹ്ക്ക് കൊടുക്കുമ്പോഴോ? എൻ്റെ ഖുർആനോത്തായിരിക്കണം, എൻ്റെ തറാവീഹ് നമസ്കാരമായിരിക്കണം, എൻ്റെ സ്വതക്കയായിരിക്കണം, എൻ്റെ പരോപകാര പ്രവർത്തനമായിരിക്കണം ഏറ്റവും നല്ലത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക, ബാക്കി എന്താ? വഹുസ്നി ഇബാദത്തിക്. നമ്മൾ പഠിച്ച പ്രാർത്ഥനയാണല്ലോ. നിനക്ക് ഞാൻ ചെയ്യുന്ന ഇബാദത്ത് ഏറ്റവും ഭംഗിയാക്കാൻ. അതിനാണ് ഫർളിനോടനുബന്ധിച്ച് കുറേ സുന്നത്തുകൾ വെച്ചത്. സുന്നത്തും കൂടി ഇങ്ങോട്ട് വെക്കുമ്പോൾ എക്സ്ട്രാ ഫിറ്റിങ്സ് വന്നാൽ നല്ല ഭംഗിയായി. സംതൃപ്തിയോടുകൂടി വേണം. ഒരു ഭാരമായിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അല്ലാഹ് പടച്ചോനെ എന്തൊക്കെയാണ് അള്ളാഹ് നിഅമത്ത്. ഓൻ്റെ ഒരു സെക്കൻഡ് സമയം നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ സ്ഥിതി എന്താണ്? അങ്ങനത്തെ റബ്ബിന് ഞാൻ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു ഹൃദയം എനിക്ക് തന്നില്ലേ, ഒരു കിഡ്നി തന്നില്ലേ, ജീവിതം തന്നില്ലേ, ശരീരം തന്നില്ലേ, ആയുസ് തന്നില്ലേ, ആരോഗ്യം തന്നില്ലേ, സമയം തന്നില്ലേ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊടുക്കണു ഏറ്റവും നല്ലതാവണ്ടേ? ഏറ്റവും ഭംഗിയുള്ള സംതൃപ്തിയോടെ അള്ളാഹ്ക്ക് ചെയ്യേണ്ട ഇബാദത്തുകൾ ചെയ്യണം. 2-മത്തത്, അള്ളാഹ് വിരോധിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് വാക്കാകാം, പ്രവർത്തനമാവാം, വിശ്വാസമാവാം, ആചാരാനുഷ്ഠാനങ്ങളാവാം, ആസ്വാദനങ്ങളാവാം. വേണ്ട, അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഈ കണ്ണുകൊണ്ടാണല്ലോ ആസ്വദിക്കുന്നത്. അതെ, കണ്ണ് ആരാ തന്നത്? അള്ളാഹ്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത എങ്ങനെ സഹോദരന്മാരെ കണ്ണുകൊണ്ട് ആസ്വദിക്കുക? ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം നമുക്കുണ്ടെങ്കിൽ കേൾവി ആര് തന്നതാ? അള്ളാഹ് തന്നതാ. എങ്ങനെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കേൾക്കുക? നിങ്ങളൊരാളൊരു വണ്ടി തൽക്കാലം എടുത്താൽ ഓൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവോ? ഓന് ഇന്ന ആക്കാതെ ഓട്ടാൻ കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടാൻ കൊടുക്കുമോ?
ഇന്ന കാര്യത്തിന് ആ വണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുമോ? ഇല്ലല്ലോ. ഈ ചെവി തന്നോൻ പറഞ്ഞില്ലേ എന്താണ് കേൾക്കാൻ പറ്റിയത് പറ്റാത്തതെന്ന്? ഈ കണ്ണ് തന്നോൻ പറഞ്ഞില്ലേ എന്താ കാണാൻ പറ്റിയത് പറ്റാത്തതെന്ന്? ഈ സംസാരശേഷി നൽകിയോൻ പറഞ്ഞില്ലേ എന്താ പറയാൻ പറ്റത് പറ്റാത്തതെന്ന്? ഈ തൊള്ള നന്ദിയോ പറഞ്ഞില്ലേ എന്താ തിന്നണ്ടത് തിന്നാൻ പറ്റാത്തതെന്ന്? ഏതാ പറഞ്ഞുതരാത്തത്? എങ്ങനെ നമുക്ക് അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കുക? വകൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും സുമ്മ ഇലൈഹി തുർജഊൻ. സൂറത്തുൽ ബഖറ ചോദിച്ചില്ലേ എങ്ങനെയാണ് നിങ്ങൾക്ക് റബ്ബിന് നന്ദികേട് കാണിക്കാൻ പറ്റുന്നത്? നിങ്ങൾ 50 കൊല്ലം മുമ്പ് നിങ്ങൾ ഇല്ലല്ലോ. നിങ്ങൾക്ക് അള്ളാഹ് ജീവൻ നൽകിയില്ലേ? നൽകി. ജീവന് പകരം എന്തേ ഇപ്പം നിങ്ങൾ കൊടുത്തത്? എൻ്റെ ജീവൻ, എനിക്ക് ജീവൻ തന്നതിന് പകരം എന്താ കൊടുക്കാൻ കഴിയുക? ഏതിനാ കൊടുക്കാൻ കഴിയുക? മനുഷ്യന് തന്ന ഏതെങ്കിലും ഒരു അവയവത്തിന് പകരം അള്ളാഹ്ക്ക് വല്ലതും കൊടുത്തിട്ട് നമുക്ക് ഇടപാട് തീർക്കാൻ കഴിയുമോ സഹോദരന്മാർ? ഇല്ല. ആ അവയവം കൊണ്ടല്ലേ അള്ളാഹ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നത്? അതെ. ആ എതിര് പ്രവർത്തിക്കുമ്പോഴും ആ തെറ്റ് ആസ്വദിക്കാനുള്ള ശാരീരിക പവർ തന്ന റബ്ബനെ എങ്ങനെ നമ്മൾ മറന്നുപോകുക? വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യന് സാധാരണ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടാൽ അതേ സുഖം കിട്ടണില്ലേ? കൊടുക്കുന്നത് പടച്ചോനല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഓൻ പറഞ്ഞ ഏറ്റവും വലിയ തെറ്റായി അയാൾ ചെയ്യുന്നത്. എന്നിട്ടും അള്ളാഹു അയാൾക്ക് ആസ്വാദനം കൊടുക്കുന്നു. അള്ള കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വെള്ളം കുടിക്കുമ്പോഴും അതിൻ്റെ ആസ്വാദനം അള്ള നമുക്ക് നൽകുന്നു. അള്ള തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോഴും നമ്മളെ വയറ് നിറയുന്നു, വിശപ്പ് മാറുന്നു. ഈ അള്ളാഹിന്റെ കാരുണ്യത്തെ നമ്മൾ എങ്ങനെയാ മറികടക്കുക? അപ്പൊ അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കണം. അതാണ് രണ്ടാമത്തെ സംഗതി. മൂന്നെന്താ? അള്ളാഹുവിലേക്ക് അടുക്കുക, അവന്റെ പൊരുത്തും സ്നേഹവും കിട്ടുക. അതിനാണ് സുന്നത്തുകൾ വെച്ചിട്ടുള്ളത്. അള്ളാഹിന്റെ സ്നേഹം കിട്ടണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക ഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക്. അല്ലാഹുവേ, ഞാൻ നിന്റെ സ്നേഹം ചോദിക്കുകയാണ് റബ്ബേ. നിന്റെ സ്നേഹം എനിക്ക് കിട്ടണം. വഹുബ്ബ മൻ യുഹിബ്ബുക, നീ ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ ഓലെല്ലാവരെയും സ്നേഹിക്ക് കിട്ടണം. പിന്നെന്താ കിട്ടണ്ട്? വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക്, നിന്റെ സ്നേഹത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതെനിക്ക് ശാരീരികമായി ചിലപ്പോൾ ചെറിയ പ്രയാസം ഉണ്ടാക്കാം, എനിക്ക് സാമ്പത്തികമായി ചെറിയ ചെലവും പ്രയാസം ഉണ്ടാക്കാം, മാനസികമായി ചില പ്രയാസങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ എൻ്റെ ഹുബ്ബ് എനിക്ക് കിട്ടുമെങ്കിൽ അത്തരം കാര്യത്തോട് എൻ്റെ മനസ്സിൽ നീ സ്നേഹം ഇട്ട് തരണം. അപ്പോഴേ ഖുർആൻ ഓതാൻ തോന്നുള്ളൂ, അപ്പോഴേ നമുക്ക് സദഖ ചെയ്യാൻ തോന്നുള്ളൂ, അപ്പോഴേ പള്ളിയിൽ പോയിട്ട് ഇത്തിക്കാഫിരിക്കാൻ തോന്നുള്ളൂ, അപ്പോഴേ ദുഹാ നിസ്കരിക്കാൻ തോന്നുള്ളൂ, അപ്പോഴേ സദഖ ചെയ്യാൻ തോന്നുള്ളൂ. നമ്മളെ മനസ്സിൽ ആ പ്രവർത്തനത്തോട് സ്നേഹം വേണ്ടേ? നിങ്ങൾ കണ്ടില്ലേ, പള്ളിയിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഒരാൾ ചെറിയ സഹായം തേടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയാളെ കാണാത്തതുപോലെ നടന്നു പോണ മനുഷ്യന്മാരെ കണ്ടില്ലേ? ഓൻ്റെ മനസ്സിൽ അതിനോട് സ്നേഹം ഇട്ട് കൊടുക്കാത്തത് ആരാ? അള്ളയാണ്. സ്നേഹം ഇട്ട് കൊടുത്തോലും എന്ത് ചെയ്യും? പടച്ചോനെ, ഇതാണല്ലോ എനിക്ക് പരലോകത്ത് പോകുമുണ്ടാകുക. അല്ല, ഹസൻ ബസീർ റഹ്മത്തുള്ളാഹിയുടെ വീട്ടിൽ യാചകന്മാർ വരും. അദ്ദേഹം യാചകന്മാർ പോകുമ്പം ഹസൻ ബസരി പറയും ഇഞ്ഞും വരണം കേട്ടോ. അപ്പോൾ ഭാര്യ പറയും നിങ്ങൾക്കത് പിരാന്താണ്, അയറ്റാൾ ഇവിടുന്ന് നീച്ചോവില്ല. അപ്പൊ ഹസൻ ബസരി പറഞ്ഞൊരു മറുപടി ഉണ്ട്, അവര് നമ്മക്ക് സ്വർഗവുമായിട്ട് വന്നതല്ലേ, അങ്ങനെ ആരെങ്കിലും ഇവിടെ വന്നണോ? ഓല് വന്നതെന്തിനാ? എന്തേലും കിട്ടാനാ? ഓൽക്ക് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? സൂറത്തു ദഹർ മറച്ചു വെക്കേണ്ടി. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ. സ്വർഗത്തിലെ കർപ്പൂരം കലർത്തിയ പാനീയം കുടിച്ച് ആസ്വദിക്കുന്ന പുണ്യവാന്മാരെ പരിചയപ്പെടുത്തുന്ന സൂറത്ത് ദഹറിൽ അവർ ചെയ്ത നന്മ എന്താ? വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറ. ബന്ധനസ്ഥർക്കും അടിമകൾക്കും അനാഥകൾക്കും ഭക്ഷണം വിളമ്പി കൊടുത്തതാ അവർ ചെയ്ത നന്മ, അള്ളാഹിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചിട്ട്. അപ്പൊ എന്താ വിഷയം? സത്യത്തിൽ അത്തരം ആളുകളാണ് നമുക്ക് പരലോകത്ത് ഉപകാരം ചെയ്യുക. പരലോകത്ത് ഉപകാരം ചെയ്ത് സാധുക്കളാ. ദുനിയാവിലാണ് പൈസക്കാരെ സഹായം കിട്ടുക. ജനങ്ങളൊക്കെ പൈസ ഉള്ള പിന്നാലെ പോവുക. കാരണം ഓനോട് എന്തെങ്കിലും ഒരു ദിവസം വെള്ളമോ ചായ കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഈ സാധുക്കളാരും മൈൻഡ് ചെയ്യൂല. കാരണം എന്താ പറയുക, നമ്മളെ കയ്യിൽ നിന്ന് ചെലവാ. സത്യത്തിൽ നമ്മളെ മൂക്ക് മണ്ണ് കുത്തുമ്പോഴാണ് മനസ്സിലാവുക ആരാണ് സത്യത്തിൽ നമുക്ക് ഉപകാരപ്പെട്ടത്. അപ്പൊ എന്ത് വേണം? അള്ളാഹുലേക്ക് അടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ, സുന്നത്തുകൾ. ഒരു മനുഷ്യന്റെ ജീവിതം തുടങ്ങേണ്ടത് ഒരു ദിവസത്തിൽ തഹജ്ജുദിൽ ആരംഭിക്കണം. അള്ളാഹു നമ്മളെ വീട്ടിലേക്ക് വരികയാണ് നമ്മളെ കാണാൻ. എന്തിന്? ഇങ്ങനത്തെ ഓഫറുമായിട്ടാണ് വരുന്നത്. നമ്മളെ അടുത്ത് എന്തെങ്കിലും ആൾ കിട്ടാനല്ല. ഹൽ മീൻ സായിലി, നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാണ്ട് സഹോദരന്മാരെ. നമുക്ക് ശാരീരിക പ്രയാസമില്ലേ? മാനസികമായ പ്രയാസങ്ങളില്ലേ? സാമ്പത്തിക പ്രയാസമില്ലേ?
ശാരീരിക എന്തെല്ലാം പ്രയാസം, കുടുംബപരമായ പല എന്നിട്ട് അത് പരിഹരിക്കാൻ അള്ള ഇങ്ങോട്ട് വരുമ്പോൾ കിടന്നുറങ്ങാൻ വേണ്ടത്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരിക നിൽക്കുക, ആരെയും കിടന്നുറങ്ങോ? അങ്ങനെ കിടന്നുറങ്ങിയാൽ പിന്നെ ആ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലുണ്ടാവുമോ? പിന്നെ ആ ഭർത്താവിൻ്റെ മനസ്സെന്താണ്? ഞാൻ കുണ്ടോട്ടി ഒരു സ്ഥലത്ത് വെച്ച് പ്രസംഗിച്ചപ്പോൾ അന്ന് എന്നോട് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു, മൗലവി നിങ്ങൾ പറഞ്ഞ ഇന്നലെ ഇവിടെ കരിപ്പൂർ എയർപോർട്ടിൽ ഉണ്ടായി. ഏതോ നാട്ടിൽ നിന്ന് ഈ നിത്താക്കത്തിൽപ്പെട്ട് സൗദിയിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് വരിക ഭർത്താവ്. മക്കളും ഭാര്യയും കൂട്ടാൻ വന്നിക്കണ്, പക്ഷേ അവർ ബൈക്കിൽ ബ്ലോക്കിൽ പെട്ടുപോയി. ഇയാൾ ഇറങ്ങിയപ്പോൾ കുട്ടികളെയും മക്കളെയും കാണില്ല. ഇയാൾ ചിന്തിച്ച എന്താ അറിയോ, എല്ലാം നഷ്ടപ്പെട്ട് വരുമ്പോൾ എൻ്റെ മക്കൾക്കും ഭാര്യക്കും ഇന്ന വേണ്ട. സാധാരണ ഇവിടെ വരുമ്പം 2-3 മണിക്കൂർ നേരത്തെ ഇവിടെ നിന്ന് കാത്തിക്കണ ബലി ഞാൻ ജോലി നഷ്ടപ്പെട്ടത് കൊണ്ട് എന്നെ സ്വീകരിക്കാത്ത വരാത്തതാണെന്നാണ് ചിന്തിച്ചത്. പക്ഷെ സത്യത്തിൽ അവർ ബ്ലോക്കിൽ പെട്ടതാ. ഇയാൾക്ക് ഭ്രാന്തായി. അയാൾ പാസ്പോർട്ട് വലിച്ചെറിഞ്ഞു, ലഗേജ് അയാൾ എയർപോർട്ടിനുള്ളിൽ ഓടിയിട്ട് ഈ പോലീസുകാർ 2-3 ആള് കൂടി പിടിച്ചമർത്തി കൊണ്ടുപോയിട്ട് ഗൾഫിൽ നിന്ന് വന്ന ആ മനുഷ്യനെ നേരെ കൊണ്ടുപോയത് ആശുപത്രിയിൽക്ക. അറിയോ? അതാണൊരു ഭർത്താവിൻ്റെ മനസ്സെങ്കിൽ ശരീരവും ആയുസ്സും ആരോഗ്യവും നൽകി നമ്മെ സംരക്ഷിക്കണ അള്ളാഹു നമ്മളെ തേടി ഒന്നാനാകാശത്ത് വന്നിട്ട് നമ്മൾ അവനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അള്ളാഹ്ക്ക് നമ്മളോടുണ്ടാകുന്ന സമീപനം തയ്ക്കും. അന ഇൻദ ലന്നി അബ്ദി ബി, അന ഇൻദ ലന്നി അബ്ദി ബി, ഞാൻ ഒരടിമ എന്നോട് എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അങ്ങനെയാട്ടോ അങ്ങോട്ട് പ്രതികരിക്കുക. ഒരു മുഖ്യമന്ത്രി കാണാൻ ഈ മറ്റേ സത്യപ്രതിജ്ഞ കാണാൻ എത്ര ആൾ പോയി? ഞാൻ കുറ്റം പറയല്ല. നമ്മുടെ നാട്ടിലൊരു മന്ത്രിയോ MLA യോ MP യോ വരുമ്പം, എൻ്റെ നാടിൻ്റെ തൊട്ടടുത്ത വയനാട് മണ്ഡലം, അവിടെ മത്സരിച്ചത് പ്രിയങ്ക ഗാന്ധി ആയിരുന്നു. പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അവരെ കാണാൻ മുസ്ലിം സ്ത്രീകൾ കൊട്ടാര വെയിലത്ത് കറുത്ത പറതിയിട്ട് വിയർത്ത് കുളിച്ച്, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഓലൊക്കെ വീട്ടിൽ അള്ള വരുന്ന എല്ലാ ദിവസവും രാത്രി. കുറേ കൊല്ലം മുമ്പ് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ടൗണിൻ്റെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. പാളയം സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ടുള്ള ബസ് കയറാൻ നോക്കിയപ്പം പോലീസുകാർ അങ്ങോട്ട് വിടില്ല, ഭയങ്കര ആൾക്കൂട്ടും. അപ്പം ഞാൻ അവിടെ ഒരു ബുക്ക് സ്റ്റാൾ നടത്തുന്ന ഒരാളുണ്ട്. അയാൾ ചോദിച്ചു, ഇന്ന സ്ഥലത്തേക്ക് എന്താ ഇപ്പം എന്ത് ബദ്ധില്ലാത്തത്? അപ്പം അയാൾ ചോദിച്ചു, നിങ്ങളെ ഏതാ എടുപ്പുന്നാ വരുന്നത്? അവിടെ നിന്നൊരു ടെക്സ്റ്റൈൽസ് സിനിമാ നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. രാവിലെ 9 മണിക്കാണ് ഉദ്ഘാടനം. ഞാൻ അവിടെ ഇറങ്ങുന്നത് 7:30 മണിക്കാണ്. അപ്പോഴേ റോഡ് ബ്ലോക്കാ. കുറ്റിച്ചിറയും പരിസര പ്രദേശങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ റോഡിൻ്റെ 2 സൈഡും ഒരു വാഹനത്തിൽ കടന്നു പോകാം. ഞാൻ ആലോചിച്ചു നോക്കാം, ഇവരൊക്കെ വീട്ടിൽ കള്ള രാത്രി വരുന്നില്ലേ? ആരാ സഹോദരന്മാരെ എണീറ്റ് അള്ളാ എന്ന് പറഞ്ഞത്? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, അർശിൻ്റെ തണലിൽ കയറിക്കൂടണോ? 7ാമത്തെ കമ്പാർട്ട്മെന്റ് ആർതാ? അർശിൻ്റെ തണലിലേക്ക് പോകുന്ന ട്രെയിനിൽ 7 കമ്പാർട്ട്മെന്റാ. 7ാമത്തെ കമ്പാർട്ട്മെന്റ് ആർക്ക് റിസർവ് ചെയ്തതാ? വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐനാ. ഒറ്റക്കിരുന്ന് അള്ളാഹിനെ പറ്റി ഓർത്ത് പടച്ചോനെ എന്ന് ആലോചിച്ചിട്ട് കണ്ണിങ്ങനെ വെള്ളം, എന്താ പടച്ചോനെ, നല്ലൊരു ഒരു തലച്ചോറും ഒരു ശരീരം ആന്തരാവയവങ്ങളൊക്കെ റബ്ബേജി എനിക്ക് തന്നില്ലേ. ഒരവയവത്തിന് ഒരു കുഴപ്പമില്ലല്ലോ. എനിക്ക് 57 വയസ്സായി, ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നില്ല. എന്നെ പേടിച്ചിട്ടാണോ അള്ളാഹ് എനിക്ക് ചെയ്തു തന്നത്? ആ പടച്ചോനെ ഈ എത്ര ആളുകളുണ്ട് തൊള്ളയെ കൂടെ ഭക്ഷണം കഴിക്കാത്ത ആളുകൾ. എനിക്കറിയാം, 3 കൊല്ലമായിട്ട് മൂക്കിലൂടെ പമ്പിട്ട് കഞ്ഞി ജ്യൂസ് അടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. ഭക്ഷണത്തിന്റെ രുചി അറിയോ സഹോദരന്മാരെ? നാവ് ഉണങ്ങി ചുരുണ്ടുപോയി. ആ നാവിലുള്ള രസമുകുളങ്ങളൊക്കെ നശിച്ചുപോയി. 3 കൊല്ലമായി മൂക്കിലൂടെയാണ്. എന്ത് സുഖമാണ് അയാൾക്കുള്ളത്? ഒന്ന് നീട്ടിയിരിക്കണമെങ്കിൽ 4 ആളെ സഹായം വേണ്ടേ? എത്ര ആളുകൾ നമ്മളെ പരിസരത്തുണ്ട് സഹോദരന്മാർ. ഒന്ന് കൊലയ്മ കൊണ്ടുപോയി ഇരുത്തി, മക്കളെ നിങ്ങൾ ഇന്നേന്ന് മമ്മ വിളിച്ച് നൊലോളിക്കുകയാണ്, ഒന്ന് കൊലയ്മക്ക് പോകാൻ വയ്യ. അങ്ങനെ നൊലോളിക്കുന്ന രോഗികളില്ലേ സഹോദരന്മാർ? ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകളില്ലേ? ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്ത ആളുകളില്ലേ? എനിക്കും ഇങ്ങൾക്കും അള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തന്നോ? ഇല്ലല്ലോ. ആ റബ്ബ് ഒന്നാം ആകാശത്ത് വന്നിട്ട് എനിക്ക് ഇനി എന്തെങ്കിലും ചെയ്ത് എൻ്റെ ഉണ്ടോ? ഇത് തന്നതിൻ്റെ ഒക്കെ പുറമെ ഹൽ മിൻ സായിലിൻ, ഇനി എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് തീർക്കാൻ വേണ്ടി ചോദിച്ചട്ടോ എന്ന് പറയാൻ വരുമ്പോ, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, പാപമോചനം വേണോ ചോദിച്ചോളി ഞാൻ തരട്ടോ എന്ന് പറയാൻ ഇങ്ങോട്ട് വരുമ്പോ, എങ്ങനെയാണ് ഈമാനുള്ള ഒരു മനുഷ്യന് കിടന്നുറങ്ങാൻ കഴിയുക? അവിടെ മുതൽ ആരംഭിക്കണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി നമസ്കരിച്ചു. ഫാത്തിമ അള്ളാഹുവിൻ്റെയും അലി അള്ളാഹുവിൻ്റെ വീടിൻ്റെ വാതിൽ പോയി മുട്ടി. അലാ തുസല്ലിയാൻ, നിങ്ങൾ നിസ്കരിക്കണില്ല എന്ന് ചോദിച്ച് വിളിച്ചില്ലേ? സുബീൻ്റെ കഥ അല്ല, ഈ തഹജ്ജുദിൻ്റെ കഥ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തഹജ്ജുദിനെ പറ്റി നമ്മൾ കേട്ടില്ലേ? അങ്ങനെ ആരംഭിക്കണം. ഒരു ജുസ് ഖുർആൻ ഓതാതെ, ഒരായത്തിൻ്റെ അർത്ഥം പഠിക്കാതെ, ഒരു ഹദീസ് വായിച്ചു നോക്കാതെ, ഒരു സ്വഹാബിൻ്റെ ചരിത്രം അയവറക്കാതെ, പള്ളിയിൽ സുബഹി ജമാഅത്തിന് പോകാത്ത ഒരു ദിവസം നമുക്ക് ഉണ്ടാവാനേ പാടില്ല. അങ്ങനെ ളുഹ മുതൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് അടുക്കാൻ ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുക. അതാണ് മാലിക് യൗമിദ്ദീൻ എന്ന ആയത്തിൽ വിശ്വസിക്കുന്ന, ഓതുന്ന, പഠിക്കുന്ന ഒരു വിശ്വാസിയിലുണ്ടാവേണ്ട ക്വാളിറ്റി എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പഠിക്കുവാനും പകർത്തുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഖുർആൻ്റെ അനുകൂലമായ ശുപാർശയോടെ സ്വർഗത്തിൽ കടക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും സമയം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ ഒരു അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.